സുവിശേഷം എന്നുള്ളായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാം അല്ലേ? നല്ല വിശേഷം, നല്ല വാർത്ത എന്നുള്ളതാണ്. ഏ നല്ല വർത്തമാനം. അതാണ് സുവിശേഷം. നമുക്കറിയാം. സാധാരണ ആ, ക്രിസ്തീയ ലോകത്തിലുള്ളായിരിക്കുന്ന ആ, ഏത് വേർപെട്ട ഗ്രൂപ്പാകട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പം പട്ടത്ത സഭകളാകട്ടെ, എല്ലാവരും പറയുന്നത് ബൈബിളിൽ ഒരു സുവിശേഷമേ ഉള്ളൂ എന്നാണ്. ഒരു സുവിശേഷമാണ് ബൈബിളിലുള്ളത്. അതിപ്പോൾ ബ്രദറൻകാരാണേലും പെന്തക്കോസ്തുകാരാണേലും എത്രയെല്ലാം അവരിൽ വകതിരിവുകളുണ്ടെങ്കിലും അവരെല്ലാവരും, പിന്നെ ലോകത്തിലുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെല്ലാവരും വിചാരിക്കുന്നത് ബൈബിളിൽ ഒരു സുവിശേഷമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിൽ ഒരു സുവിശേഷമല്ല, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിലെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പുതിയ നിയമത്തിൽ ഒരു സുവിശേഷമല്ല, രണ്ട് സുവിശേഷമുണ്ട്. വ്യക്തമായും പഠിച്ച രണ്ട് സുവിശേഷമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ രണ്ട് സുവിശേഷ പ്രകാരം വീണ്ടെടുക്കപ്പെടുന്നതായിരിക്കുന്ന ജനങ്ങൾ രണ്ട് കൂട്ടങ്ങളാണ്. ഈ രണ്ട് സുവിശേഷത്തിന് രണ്ട് കൂട്ടങ്ങളാണ്. അല്ലാതെ രണ്ട് സുവിശേഷം നമുക്കുള്ളതല്ല. നമുക്കുള്ള സുവിശേഷം വേറെ, മറ്റൊരു കൂട്ടർക്കുള്ള സുവിശേഷം വേറെ. ഈ രണ്ട് സുവിശേഷ പ്രകാരം വീണ്ടെടുക്കപ്പെടുന്നതായിരിക്കുന്ന രണ്ട് കൂട്ടങ്ങൾക്കും ഉള്ളതായിരിക്കുന്ന വാഗ്ദത്വവും രണ്ടാണ്. അവർക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ദൈവം കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തായിരിക്കുന്ന വാഗ്ദത്തങ്ങളും രണ്ടാണ്. എന്നാൽ ഇന്ന് ക്രിസ്തീയ ലോകത്തിന് ഇത് അറിഞ്ഞുകൂടാ. ക്രിസ്തീയ ലോകം ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കൂട്ടിക്കുഴച്ച് ഒരൊറ്റ സുവിശേഷം, എല്ലാവർക്കും ഒരൊറ്റ വാഗ്ദത്തം, ഇതൊക്കെയാണ് എല്ലാ ക്രിസ്തീയ സഭകളും പഠിപ്പിക്കുന്നത്. എന്നാൽ അത് തെറ്റായിരിക്കുന്ന ഒരാശയമാണ്. അത് ബൈബിൾ ശരിയാവണ്ണം ഡിവൈഡ് ചെയ്ത് പഠിക്കാത്തതുകൊണ്ടാണ്. ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നവർക്ക് അങ്ങനെ ഒരിക്കലും പറയാനായിട്ട് പറ്റുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലെ സുവിശേഷങ്ങൾ ആണ്. സുവിശേഷങ്ങൾ, ബൈബിളിലെ സുവിശേഷമല്ല, സുവിശേഷങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ, ബൈബിളിൽ പുതിയ നിയമമായിട്ട് ഞാൻ പറയുന്നത്. പഴയ നിയമത്തിലെ സുവിശേഷം എന്ന വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യത്തില്ല, ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല. പുതിയ നിയമത്തിലെ സുവിശേഷം എന്ന് ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുവിശേഷം. നമുക്ക് ഒരു രണ്ട് വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനക്കാരെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. എന്തെന്നാ വായിച്ച? രാജ്യത്തിൻ്റെ സുവിശേഷം. ഓക്കെ, ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതേ മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകല ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പോൾ ബൈബിളിൽ ഒന്നാമതായിട്ട് സുവിശേഷത്തെക്കുറിച്ച് കാണുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷം എന്നാണ്. എന്താണ് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം? നിങ്ങളും കൂടെ എൻ്റെ കൂടെ ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് മാത്രം കേട്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് വരും. എന്താ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ? എന്താ രാജ്യം എന്ന് പറഞ്ഞാൽ? ദൈവം ഇസ്രായേൽ ജനത്തെ ഭൂമിയിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരു ജനതയായി സകല ജാതികളിൽ നിന്നും വേർതിരിച്ച് ഒരു സമൂഹമാക്കി തീർത്തപ്പോൾ അവർക്ക് കൊടുത്തതായിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്, ഒരു പ്രോമിസ് ഉണ്ട്. ഭൂമിയിൽ അവർക്കായിട്ടൊരു രാജ്യം കൊടുക്കുമെന്ന്. അത് മാത്രമല്ല, അവർക്കൊരു രാജാവിനെയും കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ രാജ്യം സ്ഥാപിതമാകാനായിട്ട് പോകുന്നു എന്നാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ വിളിച്ചു പറഞ്ഞത്. അതായത് പണ്ട് മുതലേ, അബ്രഹാം മുതലേ പിതാക്കന്മാർക്ക് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്തം നിവൃത്തിയാകാനായിട്ട് പോകുന്നു. നിങ്ങൾക്ക് രാജ്യം ലഭിക്കാനായിട്ട് പോകുന്നു, നിങ്ങൾ രാജ്യത്തിലേക്ക് കടക്കാനായിട്ട് പോകുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതാ രാജ്യം. ആ രാജ്യത്തില് അവർക്ക് വേണ്ടി പ്രോമിസ് ചെയ്തായിരിക്കുന്ന അവരുടെ രാജാവും എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചു. രാജാവ് എത്തിക്കഴിഞ്ഞപ്പോൾ രാജാവ് നിന്ന് സംസാരിക്കുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവരത്രയും കാലം കാത്തിരിക്കുന്നത് ആരെയാ? രാജാവിനെ. അവർക്കൊരു രാജാവിനെ വേണം. അവർക്കൊരു രാജാവിനെ കിട്ടിയെങ്കിലല്ലേ രാജ്യം കിട്ടിയിട്ട് നിലനിൽപ്പുള്ളൂ. ഇവർക്ക് ഇതിനു മുമ്പും പ്രോമിസ് ചെയ്ത് അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്ത് യോശുവ മുഖാന്തരമൊക്കെ രാജ്യമൊക്കെ പിടിച്ചടക്കി കൊടുത്തു. പക്ഷെ നമുക്കറിയാം പലപ്പോഴും അവരുടെ രാജ്യം നിലനിന്നില്ല. അത് അന്യന്മാർ കയ്യേറി കൊണ്ടുപോയി, ഇവരെയും പിടിച്ചുകൊണ്ടുപോയി, ഇവരുടെ രാജ്യം അന്യാധീനപ്പെട്ടുപോയി. എന്നാൽ
ഇവര് പിന്നെയും പിന്നെയും കാത്തിരിക്കുന്നത്, ഇവര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ രാജാവ് വന്നിട്ട് അവരുടെ രാജ്യം കിട്ടണം. എന്നാലേ അവരുടെ രാജ്യം യഥാസ്ഥാനത്താവുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ രാജ്യം പിന്നെയും ചിതറിപ്പോവും, പിന്നെയും നഷ്ടപ്പെട്ടു പോവും. അപ്പൊ ഇവര് പ്രതീക്ഷിച്ചിരിക്കുന്ന രാജാവിനെയാ. അപ്പോ അവരാ പ്രതീക്ഷിച്ചിരിക്കുന്ന രാജാവ് വന്നു. അത് നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാ അല്ലേ? യഹൂദന്മാരുടെ രാജാവായിട്ടാ വന്നേ. അപ്പൊ ആ രാജാവ് വന്നപ്പോ തൊട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയതായിരിക്കുന്ന സുവിശേഷമാണ്. അല്ലെങ്കിൽ ആ രാജാവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ മുതല് പ്രസംഗിക്കാൻ തുടങ്ങിയായിരിക്കുന്ന സുവിശേഷമാണ് എന്ത്? രാജ്യത്തിന്റെ സുവിശേഷം. രാജ്യം കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോകുന്നു. ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത രാജ്യം. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, ആ രാജ്യമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 1000 ആണ്ട് വാഴുമെന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യം. വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ 5 പ്രാവശ്യം 1000 ആണ്ട് വാഴ്ച എന്ന് അതിനെ കാലം ക്രമപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലൊന്നും ഈ രാജ്യം എത്ര കാലമാണ് ആ രാജാവിന്റെ നേതൃത്വത്തിൽ കഴിയാൻ പോകുന്നത്, വാഴാൻ പോകുന്നത് എന്നുള്ളത് ആ 1000 ആണ്ടെന്നുള്ള കണക്ക് പഴയ നിയമത്തിൽ എങ്ങും ഇല്ല കേട്ടോ. പഴയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം അരിച്ച് പറക്കി നോക്കിയാൽ അവിടെ എങ്ങും ഇല്ല. ആകെ അത് 1000 ആണ്ടാണെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ രാജ്യം സമീപിക്കാനായിട്ട് പോകുന്നു, ആ രാജ്യം കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോകുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതായിരിക്കുന്ന സുവിശേഷമാണ് ബൈബിളിലെ പുതിയ നിയമത്തിലെ ഒന്നാമത്തെ സുവിശേഷം. ഓക്കെ, ഒന്നാമത്തെ സുവിശേഷം അതാണ്. ഈ സുവിശേഷമാണ് അപ്പോസ്തലന്മാരൊക്കെ പ്രസംഗിക്കേണ്ടത്. അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, നിങ്ങള് പിന്നെ എന്താ ശമര്യരുടെ അടുക്കൽ പോകരുത്, ജാതികളുടെ പട്ടണത്തിൽ കടക്കരുത്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് പോയിട്ട് നിങ്ങൾ എന്ത് പ്രസംഗിക്കണം? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിപ്പിൻ. അതാ പ്രസംഗിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ ക്രിസ്തീയ സമൂഹങ്ങൾ പറയുന്ന മാതിരി ആ 12 അപ്പോസ്തലന്മാര് കാൽവരി കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം അല്ല പ്രസംഗിച്ചത്. ഇതൊക്കെ ഒരു തെറ്റായ ധാരണയാ. അവര് പ്രസംഗിച്ചത് ദൈവരാജ്യം പ്രസംഗിച്ചത്. അവരെപ്പോഴും പ്രസംഗിച്ച അത് തന്നെയാ, മരണം വരെയും പ്രസംഗിച്ചത് അത് തന്നെയാ. ഈ 12 അപ്പോസ്തലന്മാരും മരണം വരെയും പ്രസംഗിച്ചത് ഈ രാജ്യത്തിന്റെ സുവിശേഷമാണ്. അപ്പൊ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ യഹൂദന് പ്രൊമിസ് ചെയ്തിരിക്കുന്ന ആ രാജ്യം അവര് സ്വായത്തമാക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്തിന്റെ സുവിശേഷം പറയുവാനായിട്ട് വന്ന, അല്ലെങ്കിൽ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുവാനായിട്ട് വന്നായിരിക്കുന്ന രാജാവ്, ഒന്നാമതായിട്ട് രാജാവ് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ആ രാജ്യത്തിന് വേണ്ടി 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുക എന്നുള്ളതാ ഒന്നാമത് ഈ രാജാവ് ചെയ്യേണ്ടത്. അപ്പൊ തുടർന്ന് 3-ാം അധ്യായം 26-ാം വാക്യം, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു, ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കേണ്ടതിനാൽ. ഒരു ഒരുക്കമുള്ള ഒരു ജനത, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനതയും കൊണ്ട് കർത്താവിന് 1000 ആണ്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അതിനാണ് കർത്താവിന് വഴിയൊരുക്കുവാനായിട്ട് ആദ്യം യോഹന്നാൻ സ്നാപകനെ അയച്ചത് അല്ലേ? ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? എന്തിനാ യോഹന്നാൻ സ്നാപകൻ വന്നേ? ഇവരുടെ ഹൃദയം നിരപ്പാക്കണം, ഇവരുടെ അശുദ്ധി നീങ്ങണം, ഇവര് ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു കൊള്ളാവുന്ന ജനമാക്കി ഇവരെ തീർക്കണം. കാരണം രാജ്യത്തേക്ക് കടക്കാൻ പോവുക, അവിടെ തോന്നിവാസികൾക്ക് കടക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇവരെ തന്നെ, ആ ജനത്തെ ഒരുക്കി ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ ആ ജനത്തെ അങ്ങോട്ട്, ഇവിടെ നമ്മൾ വായിച്ച അങ്ങനെയാ, എന്താണ്, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന്, ഓരോരുത്തരും അവനവന്റെ അകൃത്യങ്ങളിലേക്ക് തിരിക്കേണ്ടതിന് വേണ്ടി, അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ആര് വന്നേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നതും അതിന് മുന്നോടിയായിട്ട് യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് വന്നതും. എങ്കിൽ മാത്രമേ, നല്ലവരെയും കൊണ്ട് മാത്രമേ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നോക്കിക്കേ, നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കർത്താവായി യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് 7 വർഷത്തെ മഹാപീഡനം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അറിയാം അല്ലേ? അറിയാത്തവരല്ല, നിങ്ങളെല്ലാം അത് കേട്ടിട്ടുണ്ട്. ഒരു 7 വർഷത്തെ മഹാപീഡനം. എന്തിനാ അങ്ങനെ ഒരു 7 വർഷത്തെ മഹാപീഡനം വെച്ചേക്കുന്നത്? അതൊന്നുമില്ലാതെ അങ്ങ് ഓർഡിനറി ആയിട്ട് അതിലേക്ക് അങ്ങ് കടന്നങ്ങ് പോയാൽ പോരായിരുന്നു? അവരെ ശുദ്ധീകരിക്കാനാ. അത് യാക്കോബിന്റെ കഷ്ടകാല. യാക്കോബിനെ ശുദ്ധീകരിച്ചിട്ട് അവരുടെ കീടം മുഴുവൻ ഉരുക്കി കളയണം. ഉലയിൽ ചുട്ട് കീടം ഉരുക്കി ശുദ്ധീകരിച്ചിട്ട് വേണം അവരിൽ നിന്ന് ബാക്കി വരുന്ന നല്ലവരെ മാത്രമേ കർത്താവ് വാഴുന്ന ആ 1000 ആണ്ട് വാഴ്ചയിലേക്ക്, ആ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ട ഈ മഹാപീഡനം തന്നെ ദൈവം വെച്ചിരിക്കുന്നത്. അത് കർത്താവ് വരുന്നതിന് മുമ്പേ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ഈ മഹാപീഡനം അല്ലേ? നമുക്കത് വ്യക്തമായിട്ട് അറിയാം. ദാനിയേൽ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്.
ദാനിയേൽ പുസ്തകത്തിലല്ല മറ്റു പ്രവചന പുസ്തകങ്ങളിലെല്ലാം ആ ഒരു മഹാപീഡന കാലഘട്ടത്തിന്റെ വിവരണങ്ങൾ അങ്ങിങ്ങായിട്ട് ധാരാളം ചിതറിക്കിടപ്പുണ്ട്. അപ്പൊ അവരെ ശുദ്ധീകരിച്ചെടുക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ മഹാപീഡനം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ജനത്തെ ഒരുക്കി ആ ജനത്തെയും കൊണ്ട് മാത്രമേ ആ 1000 ആണ്ട് വാഴ്ച തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. ആ ജനത്തെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ, ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുക എന്നുള്ളത് ഒരു ഒന്നാമത്തെ കാര്യമാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അവരെ ഒരുക്കേണ്ടതിനുള്ള രണ്ടാമത്തെ കാര്യം, അവർക്ക് അവരുടെ രാജ്യം വീണ്ടെടുത്ത് കൊടുക്കാൻ വന്നിരിക്കുന്ന മശിഹായെ അവർ അറിഞ്ഞ് വിശ്വസിക്കണം. ഈ മശിഹയാണ് ഞങ്ങളെ വീണ്ടെടുക്കാൻ വന്നിരിക്കുന്ന, ഞങ്ങൾ കാത്തിരുന്ന മശിഹ ഇവനാണ് ഞങ്ങളുടെ രാജാവ് എന്ന് അവരുടെ മശിഹായെ അവര് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യണം. ഈ മശിഹായെ അറിഞ്ഞ് വിശ്വസിക്കുന്നവരെയും കൊണ്ട് മാത്രമേ 1000 ആണ്ടിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന മശിഹായെ അംഗീകരിക്കാത്തവരെയും കൊണ്ട് 1000 ആണ്ട് തുടങ്ങാനൊന്നും കർത്താവിന് പറ്റില്ല. അപ്പൊ കർത്താവ് ഈ ജനത്തെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് അവരെ വിശുദ്ധീകരിക്കണം, രണ്ടാമത്തത് അവർ ആ രാജാവിനെ അംഗീകരിക്കണം, രാജാവിനെ വിശ്വസിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നമുക്കറിയാം, കുറച്ച് പേരല്ലേ കർത്താവിനെ വിശ്വസിച്ചുള്ളൂ, കർത്താവിനെ രാജാവായിട്ട് അംഗീകരിച്ചുള്ളൂ, അല്ലേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ? അഭിഷിക്തൻ, ദൈവം അയച്ച അഭിഷിക്തൻ, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ കീഴെ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. വാക്യങ്ങളൊന്നും എടുക്കാതെ ഞാനങ്ങ് പറഞ്ഞു പോവാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഞാൻ അങ്ങനെയുള്ളവൻ. എങ്ങനെയുള്ളവൻ? ഞാനാണ് വന്നിരിക്കുന്ന ക്രിസ്തു. ലോകരക്ഷകൻ, യഹൂദന്മാരുടെ രാജാവായിരിക്കുന്ന, യഹൂദന്മാരുടെ രക്ഷകനായി എന്നെയാണ് അയച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്ന ജനത്തെയും കൊണ്ടേ 1000 ആണ്ടിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ സമൂഹത്തെയും കൊണ്ട് 1000 ആണ്ട് വാഴ്ച തുടങ്ങാനായിട്ട് ദൈവത്തിന് പറ്റുകയില്ല. അപ്പൊ ഒന്നാമതായിട്ട് ഈ രാജാവ് ചെയ്യേണ്ടതായിരിക്കുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ, ആ രാജാവ് ഈ ഒരു ജനത്തെ തനിക്ക് വേണ്ടി ഒരുക്കണം, തന്നെ വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടത്തെ ഒരുക്കണം. എന്നാൽ നോക്കിയേ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എത്ര പേര് വിശ്വസിച്ചു കർത്താവിനെ? വളരെ കുറച്ച് പേര്, അല്ലേ? വളരെ കുറച്ച്, ചെറിയ കൂട്ടം. അവരെ കർത്താവ് വിളിച്ചെന്ന ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് തൻ്റെ രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചു. ചെറിയ ആട്ടിൻകൂട്ടം. ലക്ഷക്കണക്കിന് യഹൂദന്മാരുണ്ടായിട്ട് കുറച്ച് പേരെ കർത്താവിനെ വിശ്വസിച്ചുള്ളൂ, അംഗീകരിച്ചുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ രാജ്യം തുടങ്ങുന്നത്? രാജ്യം തുടങ്ങി യഹൂദന്മാർ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വരണ്ടേ? ഈ മശിഹായെ അംഗീകരിക്കണ്ടേ? അംഗീകരിക്കാതെ എങ്ങനെയാ കർത്താവിന് തൻ്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് പറ്റുക? അപ്പോൾ ഒന്നാമത് കർത്താവിന്റെ 3.5 വർഷത്തെ പ്രവർത്തനം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ 3.5 വർഷത്തെ പ്രവർത്തനവും തന്നെ യഹൂദന്മാര് വിശ്വസിച്ച് അംഗീകരിക്കണം. നീയാണ് ഞങ്ങളുടെ രാജാവ്, നിന്നെയാണ് ഞങ്ങൾ കാത്തിരുന്നത്, നീ ഞങ്ങളുടെ രാജ്യം സ്ഥാപിച്ചു തരണം എന്ന് എല്ലാവരും ഏകകണ്ഠമായി ഐക്യകണ്ഠേന അവർ പറയുകയും പ്രസ്താവിക്കുകയും ചെയ്യണം, വിശ്വസിക്കുകയും ചെയ്യണമായിരുന്നു. പക്ഷെ 99% യഹൂദന്മാരും കർത്താവിനെ അംഗീകരിച്ചില്ല, വിശ്വസിച്ചില്ല. പിന്നെ എങ്ങനെ അവരുടെ രാജ്യം സ്ഥാപിതമാകും? അപ്പൊ ഒന്നാമത്തെ സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷമാണ്. അത് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കേണ്ട സുവിശേഷമാണ്. രണ്ടാമത്തെ കാര്യം, ഈ സുവിശേഷത്തിന്റെ ഈ രാജാവ് ചെയ്യേണ്ടതായിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഒന്നാമത് ഈ രാജാവ് ചെയ്യേണ്ട കാര്യം ജനത്തെ വിശുദ്ധീകരിക്കണം, അവരെ കൊണ്ട് താനാണ് അവരുടെ രാജാവെന്ന് സമ്മതിപ്പിക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രാജാവ് വീണ്ടും വന്ന് അവരെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് കഴിഞ്ഞാൽ ഈ രാജാവ് മടങ്ങിപ്പോണം. മടങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യണം? രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം. അത് കർത്താവ് പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, അല്ലേ? രാജ്യത്വം പ്രാപിച്ച്. നമുക്ക് വേദഭാഗം വായിക്കാം. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 12. കുലീനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ചു, അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ചു, അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടിയെന്ന് അറിയണതിന് അവരെ വിളിക്കുവാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്ത് വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സംഭവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽ വിചാരകനായിരിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. മറ്റൊരുത്തൻ വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ അതൊരു ഉറുമാലിൽ കെട്ടി വെച്ചിരുന്നു. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ആകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും.
ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതായിരുന്നു. അത് നാണ്യവിടുത്തിൽ ഏൽപ്പിക്കാഞ്ഞ എന്ത്? അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവിടെ പറയുന്ന ആ ഉപമ വളരെ രസകരമാണ് അല്ലേ? ഒരു കുലീനനായിരിക്കുന്ന മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരയണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര ചെയ്യും. അപ്പൊ കർത്താവ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഭൂമിയിലേക്ക് വന്നേ. കർത്താവ് ഭൂമിയിൽ വരും, മരിച്ചടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കും, താൻ വന്ന നാട്ടിലേക്ക് അഥവാ നിത്യസ്വർഗ നാട്ടിലേക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് താൻ മടങ്ങിപ്പോകും. അതിനുശേഷം യഹൂദന്മാരുടെ രാജാവായിട്ട് താൻ വീണ്ടും വരും. അപ്പൊ ആദ്യം വന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടല്ലേ എന്ന് ചോദിച്ചാൽ ആണ്, അങ്ങനെ തന്നെയാണ് വന്നത്. അത് തൻ്റെ ജനത്തെ ഒരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, തന്നെ വിശ്വസിക്കുന്ന ഒരു ജനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ വന്ന് തിരികെ പോയി രാജ്യത്വം പ്രാപിച്ച് വീണ്ടും തിരികെ വരും എന്നുള്ളതായിരിക്കുന്ന കാര്യം അവിടെ പ്രസ്താവിച്ചു. ആ പോകുമ്പോൾ താൻ വ്യാപാരം ചെയ്തു കൊള്ളുവാനായിട്ട് കുറെ പേർക്ക് താലന്തുകളെ കൊടുത്തു അല്ലേ? ആ താലന്തുകളിലൊക്കെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ലോകത്തിലുള്ളായിരിക്കുന്ന ക്രിസ്ത്യാനികൾ മുഴുവൻ പറയുന്നത് ഈ താലന്തുകളുടെ ഉപമ വായിക്കുമ്പോൾ അവിടെ ഒരു രസകരമായ കാര്യമുണ്ടല്ലോ. 10 താലന്ത് കിട്ടിയവൻ 10 കൊണ്ട് 10 കൂടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് കൊടുത്തു? 10 പട്ടണങ്ങളുടെ മേലെ 10 പട്ടണങ്ങളുടെ മേലെ അധികാരം കൊടുത്തു. 5 കൊണ്ട് 5 നേടിയവന് എന്ത് കൊടുത്തു? 5 പട്ടണങ്ങളുടെ മേലെ അധികാരം കൊടുത്തു. അപ്പൊ ഇന്നത്തെ ക്രിസ്തീയ സമൂഹങ്ങൾ മുഴുവൻ പറയുന്നത് അത് നമ്മളാ. ലോകത്തിലെ 1000 ആണ്ട് നമ്മളിങ്ങനെ പട്ടണങ്ങളായിട്ട് നമ്മളിങ്ങനെ വാഴും, നമ്മളിങ്ങനെ ഭരിക്കും. ഇതൊക്കെ നമ്മളോട് പറഞ്ഞാന്ന്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളോടൊന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും നമ്മളില്ല. നമ്മളുമായിട്ട് ഈ വാക്കുകൾക്ക് എന്ത് ബന്ധം? ഇവിടെയൊന്നും നമ്മളോട് പറഞ്ഞല്ല. ഇതൊക്കെ യഹൂദന്മാരോട് പറഞ്ഞ യഹൂദന രാജ്യം കൊടുക്കുന്നത്. ആ യഹൂദന്മാർക്ക് അവിടെ രാജ്യത്വം കൊടുക്കുന്നത്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു. അത്യുന്നതന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിക്കുകയും അല്ലേ? ഞാൻ 3-4 വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചില്ലേ? ഇനി എന്നാ അത് വായിക്കണ്ടല്ലോ. അപ്പൊ അത്യുന്നതന്റെ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? അവരെ യഹൂദന്മാരാ, നമ്മളെ കുറിച്ചല്ല. അപ്പോൾ ഈ രാജാവ് ചെയ്യേണ്ടതായിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ താൻ പോയി രാജ്യത്വം പ്രാപിച്ച് തിരികെ വരണം. ക്രൂശിൽ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതായിരിക്കുന്ന കള്ളൻ കർത്താവിനോട് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞേ? ആ മാനസാന്തരപ്പെട്ട കള്ളൻ എന്താ പറഞ്ഞേ? നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ, തിരികെ വരുമ്പോൾ അല്ലെ? അതെങ്ങനെയാ ഈ കള്ളൻ അത് മനസ്സിലായേ? എങ്ങനെയാ രാജ്യത്വം പ്രാപിക്കാൻ പോണം, പിന്നെ മടങ്ങി വരണം എന്നൊക്കെ ഇദ്ദേഹത്തിന് എങ്ങനെയാ മനസ്സിലായേ? ഒരു ഭയങ്കര അത്ഭുതമായിട്ട് നമുക്ക് തോന്നും അല്ലേ? യഹൂദന്മാർക്കറിയാം. യഹൂദന്മാർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അവരുടെ റബ്ബിമാരൊക്കെ അവരെ അങ്ങനെ പഠിപ്പിക്കുന്ന. അവരുടെ മശിഹ വരും, മശിഹ വന്നു കഴിഞ്ഞാൽ മശിഹ രാജ്യത്വം പ്രാപിച്ചു വരുന്നതായിരിക്കുന്ന നാള് വരും. ഇങ്ങനെയൊക്കെ അവർ പല പഠനങ്ങളും അവരുടെ ഇടയിലുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞത് എന്ന് പറയണം. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ബൈബിളിൽ 2 സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ബൈബിളിൽ ഒരു സുവിശേഷം അല്ല ഉള്ളത്, പുതിയ നിയമത്തിൽ ഒരു സുവിശേഷം അല്ല ഉള്ളത്, 2 സുവിശേഷമുണ്ട്. അതിൽ ഒന്നാമത്തെ സുവിശേഷം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. അത് നമുക്കുള്ള സുവിശേഷമല്ല. നമ്മൾ രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ആൾക്കാരും അല്ല. ആ രാജ്യം എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയാണ്. യഹൂദന് പ്രോമിസ് ചെയ്തായിരിക്കുന്ന വാഗ്ദത്ത ഭൂമിയാണ് ആ രാജ്യം. ആ രാജ്യത്തിലേക്ക് കടക്കാനായിട്ട് പോകുന്നു എന്നാണ് ആ രാജ്യത്തിന്റെ രാജാവായിരിക്കുന്നവൻ മശിഹ ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങിയത്. ആ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നു, കൈപ്പിടിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ രാജ്യത്തിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ, ആ രാജ്യം ആരംഭിക്കണമെങ്കിൽ അതിനുവേണ്ടി ജനങ്ങളെ ഒന്ന് ഒരുക്കേണ്ട ആവശ്യമുണ്ട്. 1 അവരെ വിശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. 2 അവരെ കൊണ്ട് ഈ രാജാവ് തന്നെയാണ് അവർ കാത്തിരുന്ന മശിഹ എന്ന് സമ്മതിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അവർ വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ കർത്താവ് ഒരിക്കലും അവരുടെ രാജ്യം യഥാസ്ഥാനത്തേക്ക് ആക്കി കൊടുക്കുകയില്ല. പിന്നെ പഴയ നിയമ വാക്യങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിക്കും. നിങ്ങൾ ജാഗ്രതയോടെ അന്വേഷിക്കുമ്പോൾ ഞാൻ മടങ്ങി വരും. വെറുതെ അന്വേഷിച്ച് വരികയല്ല, ജാഗ്രതയോടെ ആരെ അന്വേഷിക്കണം? അവരുടെ രാജാവിനെ അന്വേഷിക്കണം. അത് തന്നെയല്ല, അവര് കുത്തിവെങ്കിലേക്ക് നോക്കി ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ വിലപിക്കണം. അവര് വിലപിക്കണം, അവര് കരയണം. അവര് കാത്തിരിക്കുന്ന മശിഹായെ അവര് തിരസ്കരിച്ച് കളഞ്ഞു എന്ന് ബോധ്യം വരണം. ബോധ്യം വരുമ്പോഴേ ഇനി കർത്താവ് അവരിലേക്ക് തിരിച്ചു വരുള്ളൂ. അപ്പൊ അങ്ങനെ കർത്താവ് രാജ്യത്വം പ്രാപിക്കാനായിട്ട്, രണ്ടാമത്തെ കാര്യം കർത്താവ് രാജ്യത്വം പ്രാപിക്കാനായിട്ട് പോകും എന്നുള്ളതായിരിക്കുന്ന കാര്യവും, പോയിട്ട് മടങ്ങി വന്ന് രാജ്യം സ്ഥാപിക്കും എന്നുള്ളത് ആയിരിക്കുന്ന കാര്യവും പറഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ അപ്പോസ്തലന്മാര് ഈ സുവിശേഷം, ഏത് സുവിശേഷം? രാജ്യത്തിന്റെ ഈ സുവിശേഷം അപ്പോസ്തലന്മാരിലൂടെ
ഈ ലോകത്തിലാകമാനം ചിതറിക്കിടക്കുന്നതായിരിക്കുന്ന എല്ലാ യഹൂദന്മാരുടെയും കഥകളിൽ അത്രന്നേ. എന്നാലേ ഈ മശികയ്ക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇത് നിവർത്തിക്കണം. എല്ലാ കഥകളിലും എത്തണം. എല്ലാ സ്ഥലങ്ങളിലും ഈ സുവിശേഷം, ഈ രാജ്യത്തിന്റെ സുവിശേഷം എത്തണം. മത്തായി സുവിശേഷം 24:14. മത്തായി 24:14. രാജ്യത്തിന്റെ ഈ സുവിശേഷം, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഏത് സുവിശേഷ? എനിക്ക് തമാശ തോന്നിയത് എന്താണെന്നറിയാമോ? നമ്മൾ ഇന്നത്തെ ക്രിസ്ത്യാനികളെല്ലാം കൂടടക്കം പറയും, ഇന്നത്തെ ഈ കൃപായുഗ സുവിശേഷം എല്ലാ കാതുകളിലും എത്തുമ്പോൾ, എല്ലാ മുക്കിലും മൂലയിലും എത്തുമ്പോൾ കർത്താവ് വരും, അല്ലെങ്കിൽ ആ യുഗം അവസാനിക്കും. ഇവിടെ അവസാനം വരും എന്നൊക്കെ പറഞ്ഞ യുഗാവസാനമാണ്, ലോകാവസാനം അല്ല കേട്ടോ, അങ്ങനെയൊന്നും ധരിക്കരുത്. യുഗാവസാനമാണ്. അപ്പോൾ കർത്താവ് മടങ്ങി വരും. ഇതാ പറയുന്നത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇവിടെ കർത്താവ് പറഞ്ഞത് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന സുവിശേഷമൊന്നും ലോകത്തെല്ലായിടത്തും എത്തുമ്പോൾ കർത്താവ് മടങ്ങി വരുമെന്നല്ല. ഇവിടെ പറഞ്ഞത് രാജ്യത്തിന്റെ ഈ സുവിശേഷം, യഹൂദന്മാർക്ക് പ്രോമിസ് ചെയ്തായിരിക്കുന്ന 1000 ആണ്ട് വാഴ്ച എന്നുള്ളായിരിക്കുന്ന രാജ്യത്തിന്റെ ഈ സുവിശേഷം എല്ലാ കാതുകളിലും എത്തണം. അപ്പോഴേ ഈ കർത്താവിന് മടങ്ങി വരാൻ പറ്റുകയുള്ളൂ. അപ്പൊ മൂന്നാമത്തെ കാര്യമായിട്ട് ചെയ്യേണ്ടത്, ഈ സുവിശേഷ ഘോഷണത്തിനായിട്ട് അപ്പോസ്തലന്മാരെ പറഞ്ഞയക്കണം. അവരെല്ലായിടത്തും പോയിട്ട് ഈ രാജ്യത്തിന്റെ സുവിശേഷം പറയണം, പ്രസംഗിക്കണം. ഞാൻ അതൊന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു പോയിക്കട്ടെ. അതെത്താനായിട്ടാണ് ദൈവം ഈ മഹാപീഡന കാലത്ത് ചില ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പൊ ഈ കർത്താവ് പറഞ്ഞ വാക്കിന് വ്യത്യാസം വരുമോ? വരില്ലല്ലോ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല കാതുകളിലും എത്തുമ്പോൾ, യഹൂദന്മാരുടെ സകല കാതുകളിൽ, എല്ലാ യഹൂദന്മാരെടുത്തും, രാജ്യം മുഴുവൻ ചിതറിക്കിടക്കുന്ന യഹൂദന്മാരെടുത്ത് അവരുടെ കാതുകളിലൊക്കെ എത്തുമ്പോഴാണ് കർത്താവിന്റെ യുഗാവസാനം ഉണ്ടാകുന്നത്, കർത്താവ് മടങ്ങി വരുന്നത്. അതിന് മഹാപീഡനത്തിലൂടെ ദൈവം ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? ഞാൻ വാക്യങ്ങൾ എടുക്കാതെ ഒന്ന് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ആ ക്രമീകരണം എങ്ങനെയാണ്? ഈ 12 അപ്പോസ്തലന്മാരല്ലേ ഇപ്പോഴുള്ളത്? അവരുടെ ആ കാലഘട്ടം കഴിഞ്ഞല്ലോ. AD 95-ലല്ലേ യോഹന്നാന് വെളിപ്പാട് പുസ്തകം കൊടുക്കുന്നത്, 95-ല്. അന്നേരത്തേക്ക് യോഹന്നാൻ ഒഴികെയുള്ള എല്ലാ അപ്പോസ്തലന്മാരും മരിച്ചു കഴിഞ്ഞു. അപ്പോ അവിടെ ആ വെളിപ്പാട് പുസ്തകം കൊടുത്തപ്പോൾ പറഞ്ഞു, മഹാപീഡന കാലഘട്ടത്തിലെ സർവ്വ ഗോത്രങ്ങളിൽ നിന്നും 12 ഗോത്രങ്ങളിൽ നിന്നും 1,44,000 പേരെ ദൈവം മുദ്രയിട്ട് വേർതിരിക്കും. ഓക്കെ, മുദ്രയിട്ട് വേർതിരിക്കും. എന്തിനു മുദ്രയിട്ട് വേർതിരിക്കുന്നത്? ഈ രാജ്യത്തിന്റെ സുവിശേഷം അന്ന് പ്രസംഗിക്കണം എന്ന്, മഹാപീഡന കാലത്ത് പ്രസംഗിക്കണമെന്നേ. അതിനു വേണ്ടിയിട്ടാണ് ഈ 1,44,000 പേരെ മുദ്രയിട്ടിട്ട്. അവര് ലോകത്തിന്റെ നാനാഭാഗത്തും പോയി ഉള്ള യഹൂദന്മാരായിരിക്കുന്ന എല്ലാ മനുഷ്യരോടും, ഇപ്പൊ നമ്മുടെ ഇന്ത്യയെ പോലും യഹൂദന്മാരാണെന്ന് തിരിച്ചറിയാത്ത യഹൂദന്മാരുണ്ടെന്നാണ് ഞാൻ കേട്ടെ. അവർക്ക് പോലും അറിയില്ല അവര് യഹൂദന്മാരാണെന്ന്, അവർക്ക് അറിയില്ല. എന്നാൽ ഇവരുടെ ഒക്കെ കാതുകളിൽ എന്തെത്തണം? രാജ്യത്തിന്റെ ഈ സുവിശേഷം എത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ 1,44,000 പേരെ മുദ്രയിടുന്നതും ദൈവം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുന്നതും. മറ്റൊരു ക്രമീകരണം, യെരുശലേമിലുള്ള യഹൂദന്മാരെല്ലാവരും എല്ലാവരും ഈ രാജ്യത്തിന്റെ സുവിശേഷം, നിങ്ങളുടെ മശിഹ വന്നു, എന്നാൽ നിങ്ങളുടെ മശിഹായെ നിങ്ങൾ ക്രൂശിച്ചു കൊന്നു, നിങ്ങൾ ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്ന മശിഹ നിങ്ങളുടെ മശിഹ അല്ല. അപ്പോൾ എന്ന് പറയുന്നത് മഹാപീഡന കാലത്ത് അവരുടെ ഇടയിലേക്ക് ആര് വരുമെന്നറിയാവോ? ഒരു മശിഹ വരും. യഥാർത്ഥ മശിഹയല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് മശിഹ. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു വരുന്നത് എങ്ങനെയാ? സകല അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും നശിച്ചു പോകുന്നവർക്ക് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത സകല അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അതിശയങ്ങളോടും വീര്യപ്രവർത്തനോടും കൂടിയാ. നമ്മളൊക്കെ വിചാരിക്കും പിന്നെ ആന്റി ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അന്തിക്രിസ്തു വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ഭയങ്കര ഭീകരൻ, 2 കൊമ്പൊക്കെ വെച്ച്, അല്ലേ? നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെയല്ല വരുന്നത്. 1-ാം മുദ്ര പൊടിക്കുമ്പോൾ ഒരു വെള്ള കുതിര പുറപ്പെടുന്നുണ്ട്, അല്ലേ? അറിയാമല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ അറിയില്ലേ? വെള്ള കുതിര എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ചിഹ്നമാണ്. അതിന്റെ മേലിരിക്കുന്നവന് ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിച്ചാൽ വരുന്നത്. അവന്റെ കയ്യിലൊരു വില്ലും ഉണ്ട്. അവൻ വരുന്നത് സമാധാന ദൂതനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. യഹൂദന്മാർക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, അറിയാമല്ലോ. അവൻ വന്നിട്ട് ഒരുപാട് പേർക്ക് പണ്ട് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതുപോലെയുള്ളതായിരിക്കുന്ന, മരിച്ചവരെ ജീവിപ്പിക്കില്ലായിരിക്കാം, അതിന് ചിലപ്പോൾ അവന് അധികാരമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലാത്ത ബാക്കി എല്ലാ അത്ഭുതങ്ങളും ചെയ്യും അവരുടെ ഇടയിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ചെയ്തില്ലേ? രോഗികളെ സൗഖ്യമാക്കി, കുരുടന്മാർക്ക് സൗഖ്യം കൊടുത്തു, പിന്നെ കൂനിയായ സ്ത്രീയെ നിവർത്തി, കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചു, ഒരുപാട് അപ്പം വികസിപ്പിച്ചു കൊടുത്തു, അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ? പിന്നെ പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം
സകല അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും വീര്യപ്രവൃത്തികളോടും കൂടിയായിരിക്കും. അവനൊരിക്കലും വലിയ കൊമ്പും നാക്കും നീട്ടിയൊന്നും അല്ല വരുന്നേ. വളരെ സൗമ്യനായി സമാധാനത്തിന്റെ ദൂതനായിട്ടാ അവൻ വരുന്നെ ഈ ഭൂമിയിലേക്ക്. അവൻ വരുന്നത്. അവൻ വന്ന് ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളെല്ലാം ചെയ്യും. ഇന്ന് ഇസ്രായേൽ ജനത കാത്ത് കാത്ത് കാത്തിരിക്കുവാ. എന്തിനാണെന്നറിയാവോ? അവർക്ക് രാജ്യം കിട്ടി. അവർക്ക് ദേവാലയമില്ല. എവിടെ കൊണ്ടോയി ദേവാലയം പണിയും? അവർക്ക് സമാധാനം വരണമെങ്കില് അവർക്ക് ദേവാലയം വേണം. അവർക്ക് ഞങ്ങക്ക് ദേവാലയം പണിയാൻ സ്ഥലം തരാൻ പറയാ. ഈ സമാധാന ആന്റിക്രൈസ്റ്റ്, സമാധാനത്തിന്റെ ആന്റിക്രൈസ്റ്റ് ഈ വ്യക്തി വരുമ്പോൾ എന്താ ചെയ്യുന്നതറിയാവോ? യഹൂദന്മാർക്ക് ആദ്യം തന്നെ ദേവാലയം പണിയാനുള്ളായിരിക്കുന്ന സ്ഥലം ഒരുക്കി കൊടുക്കും. അപ്പോ ഇവര് വിശ്വസിക്കും. നമ്മൾ കാത്ത് കാത്ത് കാലങ്ങളായി കാത്തിരുന്നായിരിക്കുന്ന മശിഹ ഇവൻ തന്നെ എന്ന് പറയും. അങ്ങനെ അവര് ആ ആ പിന്നെ കള്ളക്രിസ്തുവിനെ അവര് മശിഹയായിട്ട് അംഗീകരിക്കും. അതാ പിന്നെ നമ്മള് തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ വായിക്കുന്നെ, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. ഇതെല്ലാം കൂടെയൊക്കെ പറഞ്ഞു പോയാൽ എൻ്റെ വിഷയം തീരില്ല. ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകും. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസത്യാഗം സംഭവിക്കുന്നൊന്നുമല്ല. ഈ ക്രിസ്തീയ സഭയ്ക്ക് കർത്താവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് ത്യാഗം സംഭവിക്കുന്നതല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എന്താ വിശ്വാസത്യാഗം സംഭവിക്കുക എന്ന് പറഞ്ഞാല് യഹൂദന്മാരുടെ സത്യദൈവത്തെ വിട്ടുള്ളതായിരിക്കുന്ന സത്യദൈവത്തിൽ നിന്ന് തിരിഞ്ഞുള്ളതായിരിക്കുന്ന മറ്റൊരു ദൈവത്തെ അവർ ആരാധിക്കുന്ന ഒരു രീതിയിലേക്ക് വരണം. അത് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം എന്ന് പറഞ്ഞ് അത് കഴിയുമ്പോഴാണ് അവന്റെ മൂർത്തിഭാവം, അവന്റെ ആ ഭീകരത വെളിപ്പെട്ട് വരിക. അത് നമ്മൾ മനസ്സിലാക്കുക. സൗമ്യനായി ആദ്യത്തെ 3.5 വർഷം, മഹാപീഠത്തിന്റെ ആദ്യത്തെ 3.5 വർഷം സൗമ്യനായി അതിശയങ്ങൾ ചെയ്ത് ഏവനും വീഴും, ഏവനും ഇത് തന്നെയാ മശിഹ, ഇനി ഇതിലും വലിയൊരു മശിഹ വരാനുണ്ടോ എന്ന് ചോദിക്കും. അത്ര സൗമ്യനായിരിക്കും, അത്ര അത്ഭുത ശക്തിയോടെ ആയിരിക്കും അവൻ ചെയ്യുന്നത്. അപ്പൊ ഏവനും വീഴും. അത് കഴിയുമ്പോൾ ഇവരെല്ലാവരും യഹൂദന്മാരെല്ലാം അവനെ മശിഹയായിട്ട് അംഗീകരിക്കുമ്പോൾ ആ 2 പ്രവാചകന്മാരില്ലേ, മോശെ ഏലിയാവും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെന്താ യെരൂശലേമിൽ പ്രവചിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. പഴയ നിയമത്തിലൊക്കെ പറയുന്നത് മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത നിലനിൽക്കുകയില്ല, പാതാളത്തോടുള്ളായിരിക്കുന്ന നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയില്ല, മരണത്തോടും പാതാളത്തോടും നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമാധാനത്തിന് ഉടമ്പടിയാണ് ഇവൻ ചെയ്തുകൊണ്ട് വരുന്നത് ഇസ്രായേലിനെ. അപ്പൊ ഈ 2 പ്രവാചകന്മാർ യെരൂശലേമിൽ നിന്ന് പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കുന്നത് അറിയാമോ? നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ പിന്നെ ആശ്രയിച്ചിരിക്കുന്നവൻ കള്ളനാണ്, അവൻ നിങ്ങൾ ആശ്രയിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന മശിഹായി അല്ല അവൻ എന്ന് ഈ 2 മോശെ ഏലിയാവും അവിടെ നിന്ന് പ്രസംഗിക്കും. യെരൂശലേമിന്റെ തെരുവീഥികളിലൂടെ നടന്ന് പ്രസംഗിക്കും. പ്രസംഗിച്ചു കഴിയുമ്പോൾ അവര് ഈ യഹൂദന്മാർക്ക് ഈ 2 പ്രവാചകന്മാരോടുള്ള കലിപ്പ് തീർത്തില്ല. എങ്ങനെയല്ലോ, കാരണം അവരുടെ മശിഹ ഇതിനേക്കാളും വലിയൊരു മശിഹ വരാനില്ല. ആന്റിക്രൈസ്റ്റിനെ അത്ര സൗമ്യനായ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയൊരു മശിഹ വരാനില്ല. അവരപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ 2 പ്രവാചകന്മാരെ കൊല്ലണം. ഇവരെ രണ്ടുപേരെയും കൊന്നേ ഇവർക്ക് സമാധാനം വരുള്ളൂ യഹൂദന്മാർക്ക്. അവര് തന്നെ കൊല്ലും. അവര് തന്നെ പിന്നെ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം കൊന്നു കളഞ്ഞു, അല്ലെങ്കിൽ ആന്റിക്രൈസ്റ്റ് കൊന്നു കളഞ്ഞു എന്നൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ക്രിസ്തുവിനെ കൊന്നതുപോലെ ഈ 2 പ്രവാചകന്മാരെ യഹൂദന്മാരെ കൊന്നു കളയുന്നേ. എന്തിനാ കൊന്നു കളയുന്നേ? അവരാശ്രയിച്ച അവര് വിശ്വസിച്ചിരിക്കുന്ന മശിഹ അല്ല അവരുടെ മശിഹ, അത് കള്ളനാണെന്ന് പറഞ്ഞാൽ പിന്നെ അവർ അംഗീകരിക്കുമോ? അവര് കൊന്നുകളയും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും മരിച്ചു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? യഹൂദന്മാര് തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളെ കൊടുത്തുവിടും, തമ്മിൽ തമ്മിൽ ആലിംഗനം ചെയ്യും, അവര് കെട്ടിപ്പിടിക്കും. അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയത്തിൽ നിന്ന് കടന്നുകൊണ്ട് ഞാൻ പറയുന്നത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്. അതിനുവേണ്ടി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പം എങ്ങനെയാ ഈ സകല കാതുകളിൽ ഈ സുവിശേഷം എത്തുന്നത്? 2 പ്രവാചകന്മാർ യെരൂശലേമില്, 1,44,000 പേര് ലോകത്തിന്റെ എല്ലായിടത്തും. പിന്നെ ഒരു പ്രവർത്തനം കൂടിയുണ്ട് ദൈവത്തിന്. എന്താ അറിയാമോ? ഒരു നിത്യ സുവിശേഷം പറയുന്ന ഒരു ദൂതൻ ആകാശമധ്യ പറന്നുകൊണ്ട് ഈ സുവിശേഷം, ഏത് രാജ്യത്തിന്റെ സുവിശേഷം, നമ്മുടെ സുവിശേഷം അല്ല, രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പറയും. അങ്ങനെ പറയുമ്പോൾ സകല കാതുകളിലും സുവിശേഷം എത്തും. അന്ന് യഹൂദന്മാർ മാനസാന്തരപ്പെടും. അവർക്ക് തകർച്ച ഉണ്ടാവും, ഭയങ്കര തകർച്ച ഉണ്ടാകും. തകർച്ച ഉണ്ടാകുമ്പോൾ അവർ മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെടുമ്പോൾ അവർ കരയുമ്പോൾ അവസാനം അവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ കർത്താവ്, അവരുടെ അരികിലേക്ക് കർത്താവ് ഇറങ്ങി വരും എന്ന് നമുക്ക് കാണാൻ പറ്റും. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, അല്ലേ? വേറെ ഒരുത്തൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും. യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ ലോകം, യഹൂദന്മാരുടെ ലോകം, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, പ്രവാസന ഞങ്ങൾക്ക് മതി, ഇവനെ കൊന്നുകളക, അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ച ലോകം സ്വന്തം നാമത്തിൽ വരുന്ന ആ മറ്റേ യേശു ക്രിസ്തുവിനെ, അവരെന്ത് ചെയ്യും? 2 കൈ നീട്ടി സ്വീകരിക്കും.
അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. വേറെ ഒരുത്തൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും. കൈക്കൊള്ളും. അന്നേരമാണ് ഈ വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞത് ഈ സുവിശേഷത്തിൻ്റെ ഈ അപ്പോസ്തലന്മാരിലൂടെയും മറ്റു ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാ കാതുകളിലും എത്തണം. അതൊരു പ്രോഗ്രാമാണ് ദൈവത്തിൻ്റെ. അത് എത്തിയെങ്കിലേ, അത് എല്ലാ കാതെന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സകല മനുഷ്യരും എന്നുള്ള അർത്ഥത്തിലല്ല, യഹൂദന്മാരല്ലാതെ അറിയണം. അവരുടെ മശിഹായെ അംഗീകരിക്കണം. അവരുടെ മശിഹായെ അംഗീകരിക്കാതെ അവരുടെ മശിഹായ്ക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇവനായിരുന്നു ഞങ്ങൾ കാത്തിരുന്ന മശിഹ എന്ന് അംഗീകരിക്കാതെ അവർക്ക് തിരിച്ചു വരാനായിട്ട് അവർക്ക് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ 12 അപ്പോസ്തലന്മാരെ എന്താ പ്രസംഗിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? 12 അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ മശിഹായെയാണ് ക്രൂശിച്ചതെന്നാണ് പറഞ്ഞത്. പത്രോസിനോട് ചോദിച്ചില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, പത്രോസിനോട് ചോദിച്ചില്ലേ, മനുഷ്യപുത്രനെ ജനങ്ങൾ ആരെന്ന് പറയുന്നു? അപ്പോൾ അവർ ഓരോന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് പറഞ്ഞ പത്രോസ് അവിടെ പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടല്ലോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത് ഓരോ യഹൂദനും ഏറ്റു പറയണം. ഏറ്റു പറഞ്ഞാലേ അവരുടെ മശിഹയ്ക്ക് തിരിച്ചു വരാൻ പറ്റൂ, അല്ലാതെ മശിഹയ്ക്ക് വരാനായിട്ട് പറ്റുകയില്ല. ഇതിനു വേണ്ട മഹാപീഡനം, യഹൂദന് മഹാപീഡനം വരുത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ കർത്താവായി യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷവും 12 അപ്പോസ്തലന്മാർ പ്രസംഗിച്ചായിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. കൂടെ പ്ലസ് നിങ്ങൾ ക്രൂശിച്ചു വന്ന ക്രിസ്തു തന്നെയായിരുന്നു നമ്മുടെ മശിഹ എന്നുള്ളതും. ഇത് രണ്ടും കൂടി ചേർത്താ പ്രസംഗിച്ചത്. അല്ലാതെ കാൽവരി കുരിശിൽ എന്ത് നടന്നു എന്നും അവിടെ എന്ത് സംഭവിച്ചു എന്നും അതിലൂടെ ജനലക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ലോക ജനതയ്ക്ക് എന്ത് മോക്ഷം ലഭിക്കാൻ പോകുന്നു എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ആർക്കാ? ഈ അപ്പോസ്തലന്മാർക്ക് അറിയില്ല. ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന് സുവിശേഷം 18 അധ്യായം. ലൂക്കോസ് 18:31 വരെയുള്ള വാക്യം. അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തി നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു, പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല. 3 വാക്കാ കൊടുത്തിരിക്കുന്നത്. എന്താ? അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല, ഈ വാക്ക് അവർക്ക് മറവായിരുന്നു, പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല. ഞാൻ പറഞ്ഞു വന്നതെന്നറിയാവോ? കർത്താവായി യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ മരണവും ആ യാഗമരണം കൊണ്ട് വല്ല മെച്ചവും കിട്ടും, വല്ല നന്മയും വരുമെന്ന് 12 അപ്പോസ്തലന്മാർക്ക് അറിയില്ലായിരുന്നു എന്ന് ഞാനിവിടെ ഉറപ്പിച്ച് നിങ്ങളോട് പറയുക. അവരുടെ പ്രസംഗവും അതല്ലായിരുന്നു. അവരൊരിക്കലും ക്രൂശിൽ ഒരു രക്ഷ ഉണ്ടായി എന്നുള്ളത് കാര്യമല്ല അവർ പ്രസംഗിച്ചത്. അവർക്ക് പ്രസംഗിച്ച ആവശ്യമില്ല. അവർ പ്രസംഗിച്ചത് 1 ദൈവരാജ്യവും 2 അവരുടെ മശിഹായെ നിങ്ങൾ കൊന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. പത്രോസും 12 അപ്പോസ്തലന്മാരും ഒരിക്കലും ക്രൂശ് മരണത്തിലൂടെ രാശിക്ക് രക്ഷ വന്നുവെന്ന് പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവ് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ പത്രോസിന്റെ പ്രസംഗം എടുക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. നിങ്ങൾ ഇത് കേട്ടിട്ട്, പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗമാണ്. പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ പ്രസംഗമാണ്. ക്രിസ്ത്യാനികളെല്ലാം പറയും, ക്രൂശ പ്രസംഗിച്ച, ക്രൂശ് കാൽവരി കുരിശിലെ യാഗമരണ പ്രസംഗിച്ചെന്ന്. എവിടെയാ? ഒന്ന് കാണിച്ചു തരട്ടെ. നിങ്ങൾ 22-ാം വാക്യം നോക്കുക. ഇസ്രായേൽ പുരുഷന്മാരെ, ഇസ്രായേൽ ജനത്തോടെ ഈ പറയുന്നൊക്കെ പ്രസംഗിക്കുന്നൊക്കെ, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ വിഷയം എന്താ അറിയാവോ? നിങ്ങൾക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? നിങ്ങൾ കാലങ്ങളായി കാത്തിരുന്ന മശിഹ, ആ മശിഹായെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗ നോക്കിയേ. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നിങ്ങൾ അവനെ കൊന്നു. കാൽവരിയിലെ കുരിശിൽ എന്ത് സംഭവിച്ചു എന്ന് പത്രോസിനോട് ചോദിച്ചാൽ പറയും, അത് കൊലപാതകത്തിന്റെ മര, യഹൂദന്മാര് ഞങ്ങളുടെ മശിഹായെ കൊന്ന സ്ഥലം എന്ന് പറയും. അവർക്ക് അത്രേ മനസ്സിലായുള്ളൂ.
അവർക്ക് അത്രേ അറിയുള്ളൂ. ക്രൂശിനെ കുറിച്ച് അവർക്ക് ഒരു മഹത്വവും ഇല്ല. ഒരു മഹിമയില്ല. അവർക്ക് പിന്നെ എന്താ ഇടർച്ചയാണ്. യൂതന്മാർക്ക് ഇടർച്ചയത് കുരിശ്. പത്രോസിനും ഇടർച്ചയത്. അവരുടെ മശിഹായെ ക്രൂശിച്ച കൊലപാതകം ആരാ അത്? അതിനപ്പുറത്ത് ഒരു പ്രത്യേകത അവർക്കില്ല. ഇവിടെ പറയുന്നത് പ്രസംഗത്തിൽ ഒന്നാമത്തെ വിഷയം അവനായിരുന്നു മശിഹ. പക്ഷെ നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ ക്രൂശിച്ചു കൊന്നു. ഇനി താഴേക്ക് വായിക്കുക. അതിൻ്റെ 29-ാം വാക്യം. സഹോദരനായ അതിൻ്റെ പഴയ നിയമ ഏടുകൾ ഞാൻ വിട്ടുകളയുക അല്ല പിന്നെ കോട്ടിങ് ഞാൻ വിട്ടുകളഞ്ഞുകൊണ്ടാണ് വായിക്കുന്നത്. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ തന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡ നിരവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തി നിൽപ്പിച്ചു. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. പിന്നെ പറയാ ഞാൻ നിന്റെ ശത്രുക്കളെ, അത് പോട്ടെ. 36-ാം വാക്യം. ആകയാൽ, അടുത്ത ആ 36-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ അവന് സാക്ഷികളാണ്. അവനാണ് നിങ്ങൾ കാത്തിരുന്ന മശിഹ. ഞങ്ങൾ അവന് സാക്ഷികളാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുന്നതായിരിക്കുന്ന ആ സമയത്ത് അതിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? 1-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയേ. എന്താ വായിക്കുന്നത്? ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ എൻ്റെ സാക്ഷികൾ എൻ്റെ സാക്ഷികളാണ്. ഇവർക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ അവന് സാക്ഷികളാവുന്നു. നിങ്ങൾ ക്രൂശിച്ചു വന്ന ക്രിസ്തുവാണ് മശിഹ. ഞങ്ങൾ അവന് സാക്ഷികളാവുന്നു. കർത്താവ് അവരോട് പറഞ്ഞത് എന്താ? നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. അതാ അവിടുത്തെ സുവിശേഷം അതാന്നേ. ഇവരെല്ലായിടത്തും ചെന്ന് പറയണം, ക്രൂശിച്ചു വന്ന ആ മശിഹ ക്രിസ്തു എന്ന് പറയണം. നമ്മുടെ രാജ്യം കൈപ്പിടിയിൽ ഒതുങ്ങാനായിട്ട് പോവുകയാണ് എന്നുള്ളതായിരിക്കുന്ന സുവിശേഷം ഇവർ പറയേണ്ടത്. പത്രോസിന്റെ, നിങ്ങൾ ഇത്രയും വായിച്ച് പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും കാൽവരി കുരിശിൽ നമുക്ക് രക്ഷ വന്നു എന്നും കാൽവരിയിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരം നടന്നു എന്നും കാൽവരി കുരിശിൽ ക്രിസ്തു മരിച്ചതിലൂടെ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിലൂടെ നമുക്ക് നീതീകരണം വന്നു എന്നും ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താ ഇവർ പ്രസംഗിക്കാത്ത? ഇവർക്കത് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് അവരുടെ മശിഹായെ പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. നിങ്ങൾ ഈ മശിഹായെ അംഗീകരിച്ചാൽ ദൈവത്തിന്റെ സമൂഹത്തിൽ നിന്ന്, അതൊക്കെ വാക്യങ്ങൾ ഇനിയുണ്ട്, ഞാൻ വായിക്കാം. ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിച്ചവനെ വീണ്ടും അയച്ചു തരികയും ചെയ്യും. 1000 ആണ്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, രാജ്യം കൈപ്പിടിയിൽ ഒതുങ്ങണമെങ്കിൽ, രാജ്യത്വം പ്രാപിച്ച് തിരിച്ചു വരണം. നിങ്ങളിത് അംഗീകരിച്ചാൽ, നിങ്ങൾ ക്രൂശിച്ചവനായിരുന്നു, നിങ്ങൾ കാത്തിരുന്ന മശിഹായെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ, ഞങ്ങളാണ് അതിന്റെ സാക്ഷികൾ, നിങ്ങൾ അംഗീകരിച്ചാൽ അവനെ വീണ്ടും അയച്ചു തരും, നിങ്ങൾ രക്ഷപ്പെടുന്ന. അല്ല, ക്രൂശിലൊന്നും നടന്നായിട്ട് ഇവർക്ക് അറിയില്ല. നിങ്ങൾ നോക്കി, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹൂദന്മാർ ചോദിക്കുക, ഗലീല പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നതായിരിക്കും ഉത്തരം. എന്താ പറയുന്ന ഉത്തരം? എങ്ങനെയാ? നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികൾക്കും ദൈവം വിളിച്ചു വരുന്ന ഏവർക്കും ഉള്ളതല്ല. ഒന്നാമത്തെ പ്രസംഗത്തിൽ കണ്ടില്ലല്ലോ ക്രൂശെങ്കും? പൗലോസ് പ്രസംഗിക്കുന്ന മാതിരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ക്രൂശ് മരണത്താൽ പാവപരിഹാരം എന്ന പ്രസംഗം കേട്ടോടെ? ഇല്ലല്ലോ, കേട്ടില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ പ്രസംഗം, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 12 മുതൽ. പത്രോസിന്റെ രണ്ടാമത്തെ പ്രസംഗം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ. അവിടെ നമ്മൾ വായിക്കുന്നത്, അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, അതായത് അവിടെ കാണാമല്ലോ, പിന്നെ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായിരിക്കുന്ന മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയാണ് ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം കൂടി അങ്ങ് ഓടിക്കൂടി, ഇവരെന്ത് അത്ഭുതം ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്നതല്ലേ ഈ പിന്നെ 2 കാലും മുടന്തനായിരിക്കുന്ന ഇത്രയുള്ള കൊച്ചല്ല, ഇത്രയുള്ള ആ മനുഷ്യനെ എടുത്തുകൊണ്ട് വന്ന് മാതാപിതാക്കളും കൊണ്ടുവന്ന് ദേവാലയത്തിന്റെ സുന്ദരമെന്ന ഗോപുരത്തിലിരുത്തും. എല്ലാവരും കാണുക. ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഈ മനുഷ്യൻ. ഒരു ദിവസം ഈ മനുഷ്യൻ പിന്നെ നല്ല ബലമുള്ള കാലോടെ എഴുന്നേറ്റിരിക്കുന്നു ഈ മനുഷ്യൻ. അപ്പോൾ അവിടെ വന്നു ജനങ്ങളങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ അവരോട് പ്രസംഗിക്കുന്നതാണ് 3-ാം അധ്യായത്തിലെ പ്രസംഗം.
അവിടെയും നിങ്ങളൊന്ന് നോക്കിയേ പത്രോസിന്റെ പ്രസംഗത്തിൽ ക്രൂശുണ്ടോ? നിങ്ങളൊന്ന് നോക്കിയേ, അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതെങ്കിലും ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നുവെന്ത്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പൻ വിധിച്ച പിലാത്തോസിന് മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്യുന്നു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നു കളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാവുന്നു. കർത്താവ് എന്താ അവരോട് പറഞ്ഞേ? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികൾ. ഈ പ്രസംഗത്തിലൊക്കെ പത്രോസ് ഉപയോഗിക്കുന്ന വാക്ക് കേട്ടോ. എല്ലാം ഇവര് സാക്ഷികളാ, ക്രിസ്തുവിന്റെ സാക്ഷികളാ. അല്ലാതെ കാൽവരി കുരിശല്ല ഇവരുടെ പ്രസംഗ വിഷയം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക യഹൂദൻ മാനസാന്തരപ്പെട്ടു വരണം. പിന്നെ ഇവരുടെ പ്രസംഗ വിഷയത്തിൽ എന്താ പറയുന്നറിയോ? നിങ്ങൾ കൊലപാതകം ചെയ്തു, കുരിശൊരു കൊലപാതക മരമാണ്, നിങ്ങൾ കൊലപാതകം ചെയ്തു, നിങ്ങൾ അത് ചെയ്തു, നിങ്ങൾ അവനെ കുത്തിക്കൊന്നു എന്നാ പറയുന്നത്. അല്ലാതെ കുരിശിൽ ഒരു നന്മയും വന്നതായിട്ട് പത്രോസിനൊന്നും അറിയില്ല. ഇത് ഞാൻ താഴേക്കൊന്നും വായിക്കില്ല. 16 വാക്യം കൂടെ നോക്കിയാൽ, അവന്റെ നാമത്തിലെ വിശ്വാസത്തല്ല, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇന്ന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. അവർക്ക് ആ നാമത്തിൽ വിശ്വസിച്ചാൽ മതി. ഏത് നാമത്തില്? അവരുടെ മശിഹായി വന്ന അവരുടെ രാജാവായി വന്ന അവരുടെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ മതി. കാൽവരിയിലെ കുരിശിൽ എന്ത് നടന്നു ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഈ 2 സുവിശേഷം എന്ന് പറയുന്നത്. അതാ രാജ്യത്തിന്റെ സുവിശേഷത്തിൽ അവിടെ കാൽവരി കുരിശിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞ ഞാൻ 30 വർഷം, ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിച്ചതുപോലെ ഞാൻ ചിന്തിച്ച് പഠിപ്പിച്ച 30 വർഷം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് ഈ സത്യം അറിഞ്ഞപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങളെയൊക്കെ ഒന്ന് ധരിപ്പിക്കാനുള്ളായിരിക്കുന്ന എൻ്റെ ഒരു ആഗ്രഹവും അഭിനിവേശവും എത്രയാണെന്നറിയാമോ? അവർക്ക് കുരിശൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. അവർക്ക് ആ മശിഹായെ അംഗീകരിച്ചാൽ മാത്രം മതി, അവർക്ക് രക്ഷപ്പെടാം. കാരണം അവർ വാഗ്ദത്ത സന്തതികളാണ്. നമ്മളെപ്പോലെ ദൈവമില്ലാത്തവരല്ല, വാഗ്ദത്തമില്ലാത്തവരല്ല, പിന്നെ എന്താണ് പ്രത്യാശയില്ലാത്തവരല്ല. നമ്മളെപ്പോലെ നമ്മൾ അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരാ ജാതികളായ നമ്മൾ. യഹൂദന്മാർ വാഗ്ദത്ത സന്തതികളാ. ആ വാഗ്ദത്ത സന്തതികൾക്ക് വേണ്ടി വന്ന മശിഹായെ അംഗീകരിച്ചാൽ മാത്രം മതി അവർക്ക്. ആ യേശുവിന്റെ നാമം മതി അവർക്ക്. ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് ജനത്തിന്. ഇനി അടുത്ത പ്രസംഗം നോക്കുക. പത്രോസിന്റെ 2 പ്രസംഗം കാണിച്ചു. അടുത്ത പ്രസംഗം ഒന്ന് നോക്കുക. അത് ഇതുപോലെ ഞാൻ ഓടിച്ചു വിടുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. 7-ാം അധ്യായം, സ്തേഫാനോസ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടതായിരിക്കുന്ന സ്തേഫാനോസിന്റെ പ്രസംഗമാണ് 7-ാം അധ്യായം. വലിയൊരു പ്രസംഗം നടത്തി എന്ന് പറഞ്ഞാൽ പത്രോസ് നടന്നേക്കാളും അതിഗംഭീരമായിരിക്കുന്ന പ്രസംഗം സ്തേഫാനോസ് നടത്തിയത്. ആ 7-ാം അധ്യായം 1 മുതൽ നിങ്ങൾ വായിച്ചാൽ കാണാം. പക്ഷേ നിങ്ങൾ അതെല്ലാം വായിച്ചു നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും കാൽവരിയിലെ കുരിശിൽ പാപത്തിന്റെ പരിഹാരം നടന്നു, കാൽവരിയിലെ കുരിശിലെ യാഗമരണത്തിൽ വിശ്വസിച്ച രക്ഷ പ്രാപിക്കാം എന്നൊരു വാക്ക് സ്തേഫാനോസ് പ്രസംഗിച്ചായിട്ട് നിങ്ങളൊന്ന് കാണിച്ചാട്ടെ. ആ 7-ാം അധ്യായം വായിച്ചാൽ മതി. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഞാൻ അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം. 7-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം. നിങ്ങൾ ആ അധ്യായമൊക്കെ വീട്ടിൽ ചെന്ന് വായിക്കണേ. അതിന്റെ 51-ാം വാക്യം. ഷാഢ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും, ശ്രദ്ധിക്കണം, ഷാഢ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നോക്കിയ, അവന്, ക്രിസ്തുവിന് നിങ്ങൾ കൊലപാതകന്മാരാ. നിങ്ങൾ കൊലപാതകം ചെയ്തു. ഒരു കൊലപാതകത്തിന്റെ മരമാ കുരിശുമരം, അല്ലാതെ അവിടെ ഒരു പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ പറയണം, അവന് നിങ്ങൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയമങ്ങളായ ന്യായപ്രമാണം പ്രാപിച്ചെങ്കിലും അത് പ്രമാണിച്ചില്ല. കണ്ടോ, ഇവരുടെയൊക്കെ പ്രസംഗത്തിൽ ഇത്രയേ ഉള്ളൂ. അവർക്ക് അവരുടെ മശിഹായെ തിരിച്ചറിഞ്ഞാൽ മതി. മശിഹായുടെ സാക്ഷിയായി യെരുശലേമിലും മറ്റു സ്ഥലങ്ങളിലും സാക്ഷ്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ കാത്തിരുന്ന നമ്മളെല്ലാം കാത്തിരുന്ന മശിഹായെ ആണ് ഈ കൊന്നു കളഞ്ഞതെന്നുള്ളായിരിക്കുന്ന സാക്ഷ്യം പറഞ്ഞാൽ മതി. ഒരു പ്രസംഗം കൂടെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക. എന്നിട്ട് ഞാൻ ആ 1-ാം സുവിശേഷം അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രസംഗം കൂടെ. ഏതാ ഒരു പ്രസംഗം എന്നറിയാമോ? കൊർന്നല്യോസിന്റെ ഭവനത്തിലെ പത്രോസിന്റെ പ്രസംഗം. അതും ഗംഭീര പ്രസംഗം. 10-ാം അധ്യായം. എന്നിട്ട് അവിടെ എങ്ങാനും ക്രൂശ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്ക്. ഇവിടെ ആരും ക്രൂശിന്റെ രക്ഷ പറഞ്ഞില്ലല്ലോ. ഇനി 10-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കിയിട്ട് പറ. അത് എല്ലാം ഒന്നും വായിക്കണ്ട. 10-ാം അധ്യായത്തിന്റെ 34 മുതലുള്ളായിരിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. 34 മുതൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച് പത്രോസ് പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്,
ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. എന്തായിരുന്നു പറഞ്ഞതെന്നറിയാമോ? കർത്താവിന്റെ 3.5 വർഷത്തെ ജീവചരിത്രം. ആ, അത് വായിക്കാം, ഞാൻ വായിക്കാം. ജീവചരിത്രം ഒന്ന് വിവരിക്കുകയായിരുന്നു. കൊർന്നല്യോസിന്റെ ഭവനത്തിലെ സുവിശേഷ പ്രസംഗമാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? കൊർന്നല്യോസിന്റെ ഭവനത്തിലെ പത്രോസിന്റെ സുവിശേഷ പ്രസംഗം ക്രൂശല്ല. 3.5 വർഷത്തെ കർത്താവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ജീവിതവും ഒക്കെ വർണ്ണിക്കുന്നത്. എന്നിട്ട് നോക്കിയേ, നമ്മളെവിടം വരെ വായിച്ചു? 38 വരെ വായിച്ചു. സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. 39 നോക്കിയേ, യഹൂദിയ ദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാവുന്നു. ഇതുണ്ടല്ലേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാവും ഭൂലോകത്തിലൊക്കെയും. യഹൂദിയ ദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാവുന്നു. ഈ കർത്താവിന്റെ പ്രവൃത്തികൾക്കൊക്കെ ഞങ്ങൾ സാക്ഷികളാണെന്ന് പറയുന്നത്. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവിടെയും കൊലപാതകം ചിത്രീകരിക്കുക. മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്തിൽ നിന്ന് നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. കർത്താവ് എന്താ ഏൽപ്പിച്ചേ? എന്ത് പറയാനാ പറഞ്ഞ? ക്രൂശിലെ യാഗമരണം പ്രസംഗിക്കാനോ? കർത്താവ് എന്താ 12 അപ്പോസ്തലന്മാരുടെ എന്ത് പറയാനാ പറഞ്ഞതെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയാണ്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവർക്കത് ചെയ്താൽ പോരാ, പിന്നെ അവർക്ക് പിന്നെ എന്തിനാ ക്രൂശ് മരണം പ്രസംഗിക്കുന്നത്? ക്രൂശിൽ എന്താ സംഭവിച്ചത് അവർക്ക് അറിഞ്ഞുകൂടാ. ലോകം അത് വിശ്വസിക്കുന്നില്ല. എങ്ങനെ ഇത് ഗ്രഹിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും? അവനിൽ വിശ്വസിക്കുന്ന, എന്നിട്ട് താഴെ പറയാം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം. ഇവിടെ ആദ്യത്തെ അതേ വാക്ക്, ആ യേശുവിന്റെ നാമം മതി അവർക്ക്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒന്നാമത്തെ സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലായോ? പുതിയ നിയമത്തിൽ 2 സുവിശേഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒന്നാമത്തെ സുവിശേഷം എന്താ? രാജ്യത്തിന്റെ സുവിശേഷം. അവിടെ ക്രൂശുണ്ടോ? ക്രൂശിലൂടെയുള്ള രക്ഷയില്ല, ഒന്നുമില്ല. ഓക്കെ, ഈ ഒന്നാമത്തെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരുടെ പദവി എന്നറിയാമോ? അവരെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അയ്യോ, ഇന്നത്തെ ക്രിസ്ത്യാനികളെല്ലാം പറയുന്നത് ഞങ്ങൾ രാജകീയ പുരോഹിത വർഗമെന്ന് പറഞ്ഞിരിക്കും. ഇന്നത്തെ എല്ലാ ക്രിസ്ത്യാനികളും ഞങ്ങളെ രാജകീയ പുരോഹിത വർഗം, ഞങ്ങളെ രാജകീയ പുരോഹിത. പൗലോസ് അങ്ങനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പൗലോസിന്റെ എഴുത്തുകളിൽ നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെന്നൊരു വാക്കുണ്ടോ? ഇത് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന രാജകീയ പുരോഹിത വർഗമാണെന്ന് വായിക്കണമെന്നില്ല. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 19 അധ്യായം 6-ാം വാക്യം. ഇസ്രായേൽ ജനത്തോടെ പറഞ്ഞ് നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാകുന്നു എന്ന്. അതേ വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് പത്രോസ് ലേഖനം എഴുതിയേ, നമുക്കല്ല പത്രോസ് ലേഖനം എഴുതിയേ. പത്രോസിന്റെ ലേഖനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എടുത്തോ, ആവർത്തന പുസ്തകം അല്ല, എന്താണ്, പുറപ്പാട് പുസ്തകം 19-6 കിട്ടിയെങ്കിൽ പെട്ടെന്ന് വായിക്കാം. 19-6. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകുന്നു. ആരോടെ പറഞ്ഞേ? ഇസ്രായേലിനോട്. അവരെല്ലാവരും, കാരണം അവര് രാജാക്കന്മാരാന്നേ. ഞാൻ ദാനിയേൽ 7-ാം അധ്യായത്തിൽ വായിച്ചു കേൾപ്പിച്ചില്ലേ? അത്യുന്നതന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിക്കുന്ന കാലം വരും. അവര് രാജാക്കന്മാർ, അവർ വിശുദ്ധ രാജകീയ പുരോഹിത വർഗമാണ്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെന്ന് പറയുന്ന അവരോട് പറയുന്ന, പത്രോസ് ലേഖനം എഴുതുന്ന ചെതറിപ്പറക്കുന്ന 12 ഗോത്രങ്ങൾക്കാ. പരദേശികളായിരിക്കുന്ന യഹൂദിയിൽ നിന്ന് യെരൂശലേമിൽ നിന്ന് ചെതറിപ്പോയ ഗോത്രങ്ങൾക്കാ പത്രോസ് ലേഖനം എഴുതുന്നത്, നമുക്കല്ല. അവരോടാ പറയുന്ന. ആ വാക്യം കൂടി വായിക്കാം. 1 പത്രോസ് 2:9. ആരോടാ പറയുന്നത്? നിങ്ങൾക്ക് സമ്മതിക്കാമോ യഹൂദന്മാരോടാണെന്ന്? യൂത ലേഖനം എഴുതുന്ന അവർക്കാണ് എഴുതുന്നത്. യോഹന്നാൻ ലേഖനം എഴുതുന്ന അവർക്കാണ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ യെരൂശലേമിലെ സഭയിലുള്ളായിരിക്കുന്ന പിന്നെ ക്രിസ്തു വിശ്വാസികളായിരിക്കുന്ന ഈ 12 അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർ ചെതറിക്കിടക്കുക. അന്നേരം ഇത് AD 64-ലാണ് പത്രോസ് ലേഖനം എഴുതുന്നത്. ഈ സമയമായപ്പോഴേക്കും ഇവരെല്ലാവരും ചെതറിപ്പോയി പല സ്ഥലങ്ങളിലേക്ക്. അപ്പോസ്തലന്മാരും ചെതറിപ്പോയി. ഞാനതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എഫെസോസിലേക്ക് യോഹന്നാൻ പോയി,
റോമിലേക്ക് പത്രോസ് പോയി, മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ഇവർ ചെതറിപ്പോയി. അവരുടെ കൂടെ ആയിരക്കണക്കിന് യെരൂശലേമിലുണ്ടായിരുന്ന ഈ യെരൂശലേമിലെ സഭയിലുള്ളവർ ചെതറിപ്പോയി. അപ്പോൾ അവിടെ കൂടി വന്ന ഒരേ സ്ഥലങ്ങളിൽ കൂടി വന്ന ആ സഭകൾക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ആ ലേഖനം എഴുതുമ്പോൾ യഹൂദന്മാരോട് പറയുന്നത് നിങ്ങൾ രാജകീയ പുരോഹിത വർഗ്ഗമാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ സുവിശേഷം എന്താന്ന് പറഞ്ഞു. ആ ഒന്നാമത്തെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന യഹൂദന്റെ പദവി എന്താന്ന് പറഞ്ഞു. അവരുടെ പദവി അവരെല്ലാവരും രാജകീയ പുരോഹിത വർഗം ആണ്. അവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴും, ഭൂമിയിൽ വാഴും. അവിടെ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിന്റെ കർമ്മങ്ങൾ അവർ ചെയ്യും. രാജകീയ പുരോഹിത വർഗം അവർ വാഴും, അവർ ദേവാലയ കർമ്മങ്ങൾ ചെയ്യും, ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ഇത് ഒന്നാമത്തെ സുവിശേഷം. ശരി, സമയം പോകുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി പുതിയ നിയമത്തിലെ രണ്ടാമത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയ കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിളിച്ച് പൗലോസിലൂടെ വെളിപ്പെടുത്തി കൊടുത്തായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷമാണ്. യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള സുവിശേഷമാണ് രണ്ടാമത്തെ സുവിശേഷം. നിങ്ങൾ മനസ്സിലാക്കുക, പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ ജീവിച്ചിരുന്ന നാളിൽ എന്നെങ്കിലും കണ്ടിരിക്കുമോ? എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പൗലോസ് അങ്ങനെ കണ്ടും കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാൻ സാധ്യത ഇല്ല. ഇല്ല ഇല്ല പൗലോസിന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം എന്താണെന്നറിയില്ല, ഉപദേശം എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. ആദ്യം അത് മനസ്സിലാക്കുക. കാരണം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളൊക്കെ എഴുതുന്നത് തന്നെ പൗലോസ് തൻ്റെ മിഷണറി യാത്രകൾ കഴിഞ്ഞ് പൗലോസിന്റെ ലേഖനങ്ങൾ എഴുതി കഴിഞ്ഞിട്ടാ ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതുന്നത് തന്നെ. അതുപോലും വായിച്ച് യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം പൗലോസിന് ഒട്ടും അറിയില്ല. പൗലോസിന് ഇത് അറിഞ്ഞിട്ടേ ഇല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ പൗലോസിനെ വിളിച്ചിട്ട് പൗലോസിന് ആദ്യമായിട്ട് പിന്നെ കർത്താവ് ഒരു പുതിയ സുവിശേഷത്തിന്റെ വാതിൽ തുറക്കുകയാണ്. അത് രണ്ടാമത്തെ സുവിശേഷം. ഞാൻ അതൊന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. ഗലാത്യ ലേഖനത്തിലേക്ക് വരിക. ഗലാത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 11 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ഈ സുവിശേഷം പൗലോസിന് എങ്ങനെ കിട്ടി? ഈ കൃപയുടെ പുതിയ സുവിശേഷം പൗലോസിന് എങ്ങനെ കിട്ടി? നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11 വാക്യം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എൻ്റെ ജന്മം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഇവിടുത്തെ സന്ദർഭം അറിയാമല്ലോ. ഒന്നാമതായിട്ട് പറഞ്ഞ എന്താ? സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. അത് ഞാൻ മനുഷ്യരിൽ നിന്ന് കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. പൗലോസിനെ ഒരു അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതല്ല ഈ സുവിശേഷം. പൗലോസിന് ദമസ്കോസിൽ വെച്ച് ആദ്യം കർത്താവായ യേശുവിനെ കാണുന്ന തന്നെ അവിടെ വെച്ചാണ് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസ് ചോദിക്കുക, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ചോദ്യം ചോദിച്ചു പറഞ്ഞു, നീ ദൂരെ ജാതികളുടെ അടുക്കിലേക്ക് പോകാൻ നിന്നെ ദൂരെ ജാതികളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ശരി, ഞാൻ എന്താ പറയേണ്ടത്? അതൊന്നും അവിടെ പൗലോസ് ചോദിച്ചില്ല. ഈ പറയേണ്ട കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി എന്നാ ശരി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചതായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊന്ന് ചോദിച്ച് മെല്ലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. കർത്താവ് എന്തൊക്കെയാ പഠിപ്പിച്ചത്, എന്തൊക്കെയാ ഉപദേശിച്ചത്, ഞാൻ എന്താ പോയി പറയേണ്ടത്, എന്നോട് പറയാനൊക്കെ പറഞ്ഞു, അതൊന്ന് ചോദിച്ച് അവരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. പൗലോസ് അതിന് നിന്നില്ല. ഒരു അപ്പോസ്തലന്മാരുടെ അടുക്കലും പോയില്ല. അവരോട് കേട്ടിട്ടില്ല, അവരോട് പഠിച്ചിട്ടില്ല. ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് വന്ന് പലപ്പോഴായി പറയേണ്ടതായിരിക്കുന്ന സുവിശേഷം പറഞ്ഞു. ഇതാണ് ബൈബിളിലെ കൃപയുടെ സുവിശേഷം. ഇത് 12 അപ്പോസ്തലന്മാർക്ക് അറിയില്ലേ സുവിശേഷം? ഞാനത് തെളിയിച്ചു തരുന്നുണ്ട്. ഈ സുവിശേഷം രണ്ടാമത്തെ സുവിശേഷം, പുതിയ നിയമത്തിലെ രണ്ടാമത്തെ സുവിശേഷം എന്ന് പറയുന്നത് ഇതറിയില്ല. 12 അപ്പോസ്തലന്മാർക്ക് പൗലോസ് പറയുന്ന സുവിശേഷം ഏതാണെന്നറിയില്ല. അങ്ങനെ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് പഠിച്ചിട്ട് ഈ കാര്യങ്ങൾ പ്രസ്താവിക്കാൻ തുടങ്ങി.
തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 12 പേർക്ക് പോലും ആദ്യം ഒന്നും അതങ്ങ് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. 12 അപ്പോസ്തലന്മാർക്ക് പൗലോസ് പറയുന്ന ഈ കാര്യം. കാരണം പൗലോസ് പറയുന്നതായിരിക്കുന്ന ഈ സുവിശേഷത്തിൽ 12 അപ്പോസ്തലന്മാരുടെ സുവിശേഷമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു പുലബന്ധം പോലും ഇല്ല. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു, ഒരു ബന്ധവുമില്ല. 12 അപ്പോസ്തലന്മാര് പറയുന്നതായിരിക്കുന്ന സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷമാണ്. ക്രിസ്തുവിന്റെ സാക്ഷികളായി നിന്ന് പറയുന്ന കാര്യമാണ്. അവനായിരുന്നു മശിഹായ, അവനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ ക്രിസ്തുവിനെ വിശ്വസിക്കാനേ അവർ പറയുന്നുള്ളൂ. അവരെന്ത് ചെയ്യണമായിരുന്നു? അതിന്റെ കൂടെ ന്യായപ്രമാണം ചെയ്യണമായിരുന്നു. അവര് ന്യായപ്രമാണത്തെ ഫോളോ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷവും 12 അപ്പോസ്തലന്മാർ പറയുന്നതായിരിക്കുന്ന സുവിശേഷവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇതാ വചനത്തിലെ സത്യം. ഈ പൗലോസ് പറയുന്നത് ഇത് അവരിൽ നിന്ന് പഠിച്ചിട്ടില്ല. നോക്കിയേ, ഈ സുവിശേഷം പന്തിരുവർക്ക് അറിയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നതായിരിക്കുന്ന വാക്യം നിങ്ങൾ നോക്കിയേ. ഗലാത്യർ 2 അധ്യായത്തിലേക്ക് വന്നേ. ഈ പൗലോസ് പറയുന്ന സുവിശേഷം പന്തിരുവർക്ക് അറിയില്ല എന്നുള്ളത് 12 അപ്പോസ്തലന്മാർക്ക് അറിയില്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. ഗലാത്യർ 2 അധ്യായം വന്നേ, അതിന്റെ 1-ാം വാക്യം. നോക്കിയാ, ശ്രദ്ധിക്കണം എല്ലാവരും. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികൾ എന്ന് പറഞ്ഞാൽ ആരാ? 12 അപ്പോസ്തലന്മാര്, യെരൂശലേമിലെ മൂപ്പന്മാരും അപ്പോസ്തലന്മാരും. അതാ ഈ പ്രമാണികള്. ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, 12 അപ്പോസ്തലന്മാർ, ഈ ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവൻ പറയുന്നത് 12 അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന സുവിശേഷവും പൗലോസ് പറഞ്ഞ സുവിശേഷം എല്ലാം ഒന്നാന്നല്ലേ? എല്ലാം ഒന്നാണ്. ആ ബൈബിളിൽ ഒരു സുവിശേഷം ഉള്ളൂ എന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് വിധി എഴുത്. പൗലോസ് എന്തിന് ഇവിടെ പറയുന്നു? ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം 12 അപ്പോസ്തലന്മാരോട് പറയാനായിട്ട് ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്രേ പോകുന്നത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്നതായിരിക്കുന്ന സുവിശേഷം അവരോട് അറിയിക്കാൻ പോയിന്ന്. ഇവരൊക്കെ പറയുന്ന സുവിശേഷം ഒന്നാണെങ്കിൽ പിന്നെ പൗലോസ് താൻ പറയുന്ന സുവിശേഷം പോയി അവിടെ പോയി പറയേണ്ട ആവശ്യമില്ല. ഈ രണ്ടു കൂട്ടരും പറയുന്ന സുവിശേഷം ഒന്നാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ എത്രയോ വ്യക്തമാണ് ഈ സുവിശേഷം രണ്ടും രണ്ടാണെന്നുള്ളതിന്. ഇനി ഇതിൽ കൂടുതൽ എന്താ വ്യക്തത വേണ്ടത്? അവിടെ നമ്മൾ വായിക്കുകയാണ്. ഇനി അതിന് താഴേക്ക് അത് നോക്കിയേ. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷ പ്രമാണോട് വിവരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് എവനെങ്കിലും പരിശോധന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. നോക്കിയേ, തീത്തോസിനെ കൂട്ടിക്കൊണ്ടാ പോയത്, ബർന്നബാസും പൗലോസും കൂടെ. ഇതൊക്കെ പുസ്തകത്തിൽ 15 അധ്യായത്തിലുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവിടെ പിന്നെ തീത്തോസിനെയും കൊണ്ട് പോയത് എന്തിനറിയാവോ? പരിച്ഛേദന ഏൽക്കാത്ത ഇവനെ കാണുമ്പോൾ ഇവന്മാര് ഇവന്മാര് കാലിളകി തുള്ളുമോ എന്ന് അറിയാൻ വേണ്ടിയാ കൊണ്ടേ. പ്രശ്നമുണ്ടായി. അവര് തുള്ളി. അപ്പൊ 5 അധ്യായത്തിലുണ്ട് കേട്ടോ. 15 അധ്യായത്തിലുണ്ട് കേട്ടോ. പരീക്ഷപക്ഷത്ത് നിന്ന് വിശ്വസിച്ചവരായ കുറെ പേര് എഴുന്നേറ്റിട്ട് പറഞ്ഞു പറ്റില്ല, പരിശോധന കഴിക്കണമെന്ന് പറഞ്ഞു. തീത്തോസിനെ കൂട്ടിക്കൊണ്ട് പോയപ്പോ വായിക്കണ്ടല്ലോ. അപ്പം കൂട്ടിക്കൊണ്ട് പോയപ്പോ അവർക്ക് ഇളക്കം വന്നു. അവസാനം നിവൃത്തിയിട്ട് പൗലോസ് ഈ കാര്യങ്ങൾ അവരോടങ്ങ് വിശദീകരിച്ചു. ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം നിങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ പറയുന്ന സുവിശേഷം അല്ല. അതല്ല, യേശു മശിഹയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കാൽവരിയിലെ കുരിശാ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. ഈ താഴേക്കുള്ള വാക്യങ്ങൾ നോക്കിയേ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ അപ്പോസ്തലപ്രവൃത്തി 15 അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ചാൽ മതി. ഈ കൗൺസിലിങ്ങിന്റെ വിശദ വിവരം അവിടെ കിട്ടും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രമാണികളായവരോ നോക്കിയേ, അവിടെ എടുത്തു പറയുന്ന ഒരു വാക്ക്, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്കേതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. നേരെ മറിച്ച് നോക്കിയേ, പ്രമാണികൾ എനിക്കൊന്നും. അപ്പോൾ പൗലോസിന് ആരാ ഈ സുവിശേഷം പറഞ്ഞു കൊടുത്തേ? ഞാൻ കർത്താവായ യേശുവിൽ നിന്ന് പ്രാപിച്ചതത്രേ അല്ലേ പറയുന്നത്. അപ്പോ പ്രമാണികളിൽ നിന്നല്ല അത് പഠിച്ചത്. 12 അപ്പോസ്തലന്മാരല്ല അത് പറഞ്ഞു കൊടുത്തത്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൊന്നും അങ്ങനെ പറഞ്ഞു കൊടുത്തല്ല. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസിനും 12 അപ്പോസ്തലന്മാർക്കും കാര്യം മനസ്സിലായി കേട്ടോ. ഇതെന്തോ ദൈവത്തിന്റെ വേറൊരു പദ്ധതിയാന്ന് മനസ്സിലായി. എതിർത്തൊന്നുമില്ല. താഴേക്ക് വായിക്കും എങ്ങനെയാ? നോക്കിയാൽ നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടിയും വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം. ആ ഘോഷണം എന്നുള്ള വാക്കൊക്കെ തെറ്റാട്ടോ. അതൊന്നും ഇംഗ്ലീഷ് ബൈബിളിലില്ല. അതൊക്കെ ട്രാൻസ്ലേഷനിൽ വന്നായിരിക്കുന്ന പ്രശ്നമാണ്. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചു നോക്ക്.
അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്, പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷം എന്ന പോലെ എന്നുള്ള ഘോഷണം അവിടെ ഇല്ല. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ മതി. സുവിശേഷം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നും കണ്ട്. ഇത് രണ്ടും രണ്ട് സുവിശേഷം, രണ്ടും രണ്ട് സുവിശേഷമാണ്. അത് വരമേൽപ്പിച്ചിരിക്കുന്നു എന്നും കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. പൗലോസ് പറഞ്ഞതായിരിക്കുന്ന സുവിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന സുവിശേഷം എന്താണെന്നറിയാം? കാൽവരിയിലെ കുരിശിൽ പാപത്തിന്റെ പരിഹാരത്തിനുള്ളതായിരിക്കുന്ന പരമയാഗം നടന്നു. വിശ്വസിക്കുന്ന ഏവർക്കും അത് മുഖാന്തരം രക്ഷ എന്നുള്ളതാണ്. ഇതാ ഇവർക്ക് ആർക്കും അറിയാത്ത 12 അപ്പോസ്തലന്മാർക്ക് കുരിശിൽ നടന്ന അറിയില്ല. അവർക്ക് കുരിശ് കൊലപാതക മരം. ഇന്ന് കാണുന്ന ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കാര്യം വലിയ കുരിശൊന്നും കെട്ടിത്തൂക്കിക്കൊണ്ട് അവർ നടക്കുന്നില്ല. യഹൂദന്മാര് അവർക്കെന്നും കുരിശ് കൊലപാതക മരം മാത്രമാണ്. വെറുക്കപ്പെട്ട സാധനം അവർക്ക് കുരിശ്. ഇതൊക്കെ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അറിയാമോ? പൗലോസിനാണ് ഈ കാൽവരിയിലെ കുരിശിൽ നടന്നിരിക്കുന്ന കാര്യം. രാശിയുടെ മുഴുപാപത്തിന്റെയും പ്രായശ്ചിത്തമാണ് അവിടെ നടന്നതെന്നുള്ളതായിരിക്കുന്ന ആ മഹാവെളിപ്പാടാണ് കിട്ടിയത്. ഒന്ന് കൊരിന്ത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ തൊട്ടൊന്ന് വായിച്ച് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ നോക്കൂ ആ സുവിശേഷം എന്താന്ന് കാണണമെങ്കിൽ. 1 കൊരിന്ത്യർ 1:17. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താനും. 12 അപ്പോസ്തലന്മാർ എന്താ പ്രസംഗിച്ചേ? ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പ്രസംഗം കേട്ടവര് കുത്തുകൊണ്ട് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞേ? നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇവിടെ പൗലോസ് പറയുന്ന കേട്ടോ, സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്നാനത്തിലേക്കൊന്നും കിടക്കുന്നില്ല. അതിന്റെ തൊട്ടിയാർന്നുള്ള ഇത് സെന്റൻസ് നോക്കിയേ. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല. ഈ ക്രൂശിന്റെ മഹത്വം, ഈ ക്രൂശിന്റെ മഹിമ എൻ്റെ വാക്കുകൾ പോലും കവർന്നുകൊണ്ട് പോകരുത്. ഞാൻ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചിട്ട് ഞാൻ പാണ്ഡിത്യം വിളമ്പുന്നവനായി തീർന്നിട്ട് എൻ്റെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ മഹിമ കുറഞ്ഞു പോകരുത്. അതുകൊണ്ട് ഞാൻ വാക്ചാതുര്യത്തോടെ അല്ല ഞാൻ ഈ സുവിശേഷം പറയുന്നത്. എനിക്കങ്ങനെ പറയണ്ട. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ക്രൂശിനെ മാത്രം പ്രസംഗിച്ചാൽ മതി. അത് അറിയിക്കേണ്ട പോലെ അറിയിച്ചാൽ മാത്രം മതി. അത്രത്തോളം ആ ക്രൂശിൽ ആശ്രയിക്കുന്ന പൗലോസിനെ നോക്കിയേ. ഇനി അതിൻ്റെ 18-ാം വാക്യം നോക്കിയേ. ക്രൂശിൻ്റെ വചനം കണ്ടോ? ഇത് ഈ നമ്മളിപ്പോൾ 12 അപ്പോസ്തലന്മാരുടെ 3-4 പ്രസംഗങ്ങൾ വായിച്ചില്ലേ? എവിടെയെങ്കിലും ഈ ക്രൂശിൻ്റെ വചനം ഉണ്ടോ? പൗലോസോട് പറയുന്ന നോക്കിയേ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ദൈവശക്തി, നമുക്ക് ദൈവശക്തി, ക്രൂശിൻ്റെ വചനം. ഈ ക്രൂശിൽ എന്താ നടന്നതെന്നുള്ളത് പൗലോസിനെ മനസ്സിലായത്. ഒരു 12 അപ്പോസ്തലന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. 12 അപ്പോസ്തലന്മാർക്ക് കൊലപാതകത്തിന് വരാം. നിങ്ങൾ ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത്. ഇനിയും താഴേക്ക് നോക്കിയേ. ഞങ്ങൾ 22-ാം വാക്യം നോക്കിയേ. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മറ്റൊന്നും പൗലോസിന്റെ പ്രസംഗമല്ല. പൗലോസ് മഹാപണ്ഡിതനാ. തൻ്റെ പാണ്ഡിത്യം വിളമ്പുള്ള സ്ഥലമില്ല അല്ല ഇത്. എനിക്ക് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രം പ്രസംഗിച്ചാൽ മതി എന്ന് പറയുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ബോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അവിടെ ആ കാര്യങ്ങൾ പറയുകയാണ്. നോക്കിയേ, ഇനി അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് വന്ന് നോക്കിയേ. 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്ര ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റവരെന്താ പ്രസംഗിച്ചേ? നിങ്ങൾ പത്രോസിന്റെ ഒക്കെ പ്രസംഗം കേട്ടില്ലേ? സ്തേഫാനോസിന്റെ പ്രസംഗം കേട്ടില്ലേ? അവൻ യഹൂദ്യ മലനാട്ടിൽ അത്ഭുതങ്ങൾ ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത്, വീര്യപ്രവൃത്തികൾ ചെയ്ത്, പിന്നെ ജനത്തെ ഉപദേശിച്ച് രോഗികളെ സൗഖ്യമാക്കി നടന്ന കാര്യം തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞേ അല്ലേ? അവര് കർത്താവിന്റെ 3.5 വർഷത്തെ ജീവിതം വിവരിച്ചത്. ഇവിടെ പൗലോസ് പറയുന്നത് കേട്ടോ, ക്രൂശിക്കപ്പെട്ടവനായി യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി എന്നെ ആധാരമായിരിക്കണം. എന്നെ എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആകുന്നു. എത്ര വ്യക്തമായിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത് നോക്കുക. ഒരു വേദഭാഗം കൂടെ വായിക്കട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. എനിക്കോ
ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ഹൃദയം തുടിക്കുക. കാരണം ഇത് ഇങ്ങനെയൊക്കെ 12 അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടുണ്ടോ? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രഹമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് അവിടെ താഴേക്ക് വായിക്കണമെന്നില്ല. നോക്കിയേ, എനിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നിങ്ങൾ ഇത് പൗലോസ് എഴുതുന്നതിനൊരു ഒരു 25 വർഷം മുമ്പ് യെരൂശലേമിൽ ഓടി നടന്ന് പ്രസംഗിക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ പ്രസംഗം വെച്ചൊന്ന് സാമ്യം ചെയ്ത് നോക്കിയേ. അവർ പറയുന്നത്, നിങ്ങൾ കൊന്നു, നിങ്ങൾ ക്രൂശിച്ചു, നിങ്ങൾ അവന് കുലപാതകന്മാരാവുന്നു, നിങ്ങൾ കൊലപാതകനെ വിട്ടു തരണമെന്ന് പറഞ്ഞിട്ട് ഈ നീതിമാനെ ക്രൂശിച്ചു കൊന്നു. കൊലപാതകം ചൂണ്ടിക്കാണിച്ച് പ്രസംഗിക്കുക അവർ. ഇവിടെ പൗലോസ് പറഞ്ഞു, എനിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ വകയില്ല, വേറൊന്നും എനിക്കില്ല. നോക്കിയ 2 സുവിശേഷം കണ്ടോ? ഈ സുവിശേഷം എന്താണെന്ന് അറിയിക്കാനാണ് പൗലോസ് നേരെ 12 അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് പോയത്. അവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം ഇന്നതെന്ന് അവരെ ഗ്രഹിപ്പിക്കാൻ. ഇന്ന് നമുക്ക് രക്ഷിക്കപ്പെടാൻ വേറെ ഒന്നും വേണ്ട. കാൽവരിയിലെ കുരിശിൽ നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് ഓർത്തു കൊള്ളുക. അതാവുന്നു എൻ്റെ സുവിശേഷം, അല്ലേ? നിങ്ങൾ കേട്ടതും നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ കൈക്കൊണ്ടതുമായിരിക്കുന്ന സുവിശേഷം ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് 1 കൊരിന്ത്യർ 5 അധ്യായത്തിൽ പറയുകയാണ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പൗലോസിന് പ്രസംഗിക്കാൻ ക്രൂശ് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ 3 വർഷത്തെ ജീവിതം പൗലോസിന് വിഷയമല്ല. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ ജഡപ്രകാരം ക്രിസ്തുവിനെ അറിയുന്നില്ല. പൗലോസിന് ആ ക്രിസ്തു വേണ്ട. പൗലോസിന്റെ സുവിശേഷം കൃപയുടെ സുവിശേഷമാണ്. ഞാൻ ആദ്യം മറ്റേ രാജ്യത്തിലെ സുവിശേഷത്തിലുള്ളവരുടെ പദവി എന്താന്ന് ഞാൻ പറഞ്ഞു. എന്താ ഓർക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. രാജകീയ സ്തോത്രം ബ്രദർ, നിങ്ങളത് ഓർക്കുന്നു. രാജകീയ പുരോഹിത വർഗം. നമ്മുടെ പദവി എന്താണെന്നറിയാമോ? നമ്മുടെ പദവി എന്താണെന്നറിയാമോ? രണ്ട് പദവിയും കൂടിയാണ് ഞാൻ ആ കൂടെ പറഞ്ഞത്. നമ്മുടെ പദവി എഫേസ്യ ലേഖനം 1 അധ്യായം നിർത്തേ. ഒരുപാട് വാക്യമുണ്ട്, എല്ലാം ഞാൻ വായിക്കുന്നില്ല. നമ്മുടെ പദവി എന്താ? അവര് രാജകീയ പുരോഹിതന്മാരാണെങ്കിൽ നമ്മൾ ആരാണ്? നമ്മുടെ പദവി എന്താണ്? ഈ കൃപായുഗത്തിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന നമ്മുടെ പദവി എന്താണ്? അങ്ങനെ 20-ാം വാക്യം, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. 1:20, എഫേസ്യർ 1:20. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ചു, അവനെ സർവത്തിനും മീതെ തലയാക്കി. എന്താ അവിടെ പറഞ്ഞതെന്നറിയാവോ? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊന്ന് വിവരിക്കാം. യേശു ക്രിസ്തു താണു 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 അങ്ങ് ക്രൂശിലെ മരണത്തോളം താണു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി 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 സകലത്തിനും മീതെ ഉയർത്തി, എല്ലാം അവന്റെ കാൽക്കീഴാക്കി വെച്ചു, എല്ലാത്തിനും മീതെ അവനെ തലയാക്കി, എല്ലാ അധികാരവും ക്രിസ്തുവിന്റെ കാൽച്ചൂട്ടിൽ അർപ്പിച്ചു. പിതാവായ ദൈവം ആ ക്രിസ്തുവിന്റെ താഴ്ചയ്ക്ക് തക്കവണ്ണം എല്ലാം അവൻ്റെതാക്കി തീർത്തു. അതവിടെ നമ്മൾ വായിച്ചത്. പിന്നെ അവനെ ഉയർപ്പിക്കുന്ന സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. എന്നിട്ട് അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ പദവി എന്താണെന്നറിയാം? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തു നേടിയ അധികാരം മുഴുവൻ ക്രിസ്തുവിൻ്റെ കീഴിൽ എന്തെല്ലാം സമർപ്പിച്ചിട്ടുണ്ടോ, ക്രിസ്തുവിൻ്റെ കാൽ കീഴിൽ എല്ലാമായി തീർന്നു. അതെല്ലാം നമ്മുടെയും കൂടി കാൽ കീഴിൽ, നമ്മുടെയും കൂടി. അതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂ? എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ ശരീരമായ സഭ. നമ്മൾ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ ശിരസിന് കീഴിലുള്ള ശരീരം. ക്രിസ്തു ഭരിക്കുന്നതിനെയൊക്കെ നമ്മൾ ഭരിക്കും. ക്രിസ്തു കീഴടക്കിയത് മുഴുവൻ നമ്മുടെയും കൂടി കീഴാണ്, നമ്മുടെയും കൂടി കാൽച്ചൂട്ടില്ല. ഇതാ നമ്മുടെ പദവി. യഹൂദന്മാർ രാജകീയ പുരോഹിത വർഗമാണ്. ഭൂമിയിൽ മാത്രമേ ആ രാജകീയ പൗരോഹിത്യ വർഗത്തിന് സ്ഥാനമുള്ളൂ. നമ്മൾ സ്വർഗത്തിലെ ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് അവനോട് കൂടെ വാഴും. അവൻ്റെ അവകാശം മുഴുവൻ നമ്മുടെ അവകാശം. അവൻ പ്രാപിച്ചത് മുഴുവൻ നമ്മൾ ശരീരമാണ്. ഈ പദവി ആർക്കും കിട്ടില്ല. നമ്മൾ മണവാട്ടിയല്ല, ശരീരം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല.
മണവാട്ടി എവിടെ കിടക്കുന്നു? ശരീരം എവിടെ കിടക്കുന്നു? അതായത് ശിരസ്സിനോട് ബന്ധപ്പെട്ട ശരീരത്തിൻ്റെ പദവി അതിൻ്റെ 100-1 എത്തുമോ മണവാട്ടിയുടെ അംഗീകാരം? ഇതൊക്കെ അറിയോ മനുഷ്യന്? നമ്മൾ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ ശിരസ്സിൻ്റെ കീഴിലെ ശരീരം. എല്ലാം ക്രിസ്തു നേടിയത് മുഴുവൻ നമ്മുടെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ എൻ്റെ കർത്താവ്